الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ പേര് കേൾക്കാത്തവരായി മുസ്ലിം സമൂഹത്തിൽ ആരുമുണ്ടാവില്ല. കാരണം കേരളത്തിലെ മുസ്ലിം സംഘടനകൾ എല്ലാവരും അവകാശവാദം ഉന്നയിക്കുന്ന ഒരു പേരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നത്. പക്ഷെ പലപ്പോഴും അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുമ്പോൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്നും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ എന്താണെന്നും പ്രമാണബദ്ധിതമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ശ്രമിച്ചിട്ടില്ല എന്നത് ഒരു പരമാർത്ഥമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഞങ്ങളാണ് എന്ന് എല്ലാവരും പറയാനുള്ള കാരണം നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടുന്ന ഈ ഉമ്മത്തിലെ ഒരു വിഭാഗം എന്ന് പറയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സംഘം മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആ വിഭാഗം തങ്ങളാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുക, ഞങ്ങൾ അതിൻ്റെ ആളുകളാണെന്ന്
മാലോകരുടെ മുന്നിൽ പെരുമ്പറയടിക്കുക, അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് ഓരോരുത്തരുടെയും പ്രത്യേകതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിലെ പ്രധാനപ്പെട്ട മേഖലയും അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ആ സംഘത്തിലെ ആളുകളുടെ പ്രത്യേകത എന്താണെന്നും അതോടൊപ്പം തന്നെ ആ സമൂഹം ലോകത്തോട് വിളിച്ചു പറയുന്ന ആദർശം എന്താണ് എന്നുമൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് പറയാം, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ആ പേര് ദ്യോതിപ്പിക്കുന്നത് പോലെ തന്നെ സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ എന്നാണ്. സുന്നത്തിന്റെയും ജമാഅത്തിന്റെയും ആളുകൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ വീണ്ടും ഒരു വിഷയം വരുന്നുണ്ട്, എന്താണ് സുന്നത്ത്, എന്താണ് ജമാഅത്ത്? ആളുകൾ, നമ്മുടെ നാട്ടിൽ ആളുകളോട് ചോദിച്ചാൽ അവർ പറയും എന്താണ് സുന്നത്ത്. നാട്ടിലെ മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന ആളുകളെല്ലാം പറയും ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ വിഷയം ഏതാണോ അതിനെയാണ് സുന്നത്ത് എന്ന് പറയുന്നത് എന്നാണ്. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും. അപ്പൊ സ്വാഭാവികമായും ഒരു കാര്യം ശ്രദ്ധിക്കണം, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യത്തെ അനുവർത്തിക്കുന്ന ജനങ്ങൾ എന്നായിരിക്കുമോ അതിന്റെ അർത്ഥം? ഇല്ല, അങ്ങനെ അർത്ഥം വരാൻ പറ്റൂല. അങ്ങനെ അർത്ഥം വന്നാൽ അതിന് യാതൊരുവിധ വാല്യൂ ഉണ്ടാവില്ല. ഇനി അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ മുസ്ലിം സമുദായം ഒരുമിച്ച് കൂടിയ തീരുമാനം എന്നാണോ? അങ്ങനെയാണെങ്കിൽ അൽ ജമാഅ എന്നതിൻ്റെ അർത്ഥം നാട് മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാണ്. നാട് മാറുന്നതിനനുസരിച്ച് അർത്ഥം മാറാൻ പറ്റൂലല്ലോ. അത് വലിയ ഗൗരവമുള്ള വിഷയമല്ലേ. അപ്പോൾ ഒരിക്കലും മാറാത്ത, വളരെ കൃത്യമായി വിവക്ഷിക്കപ്പെടാൻ പറ്റുന്ന, കാലങ്ങൾക്കും സ്ഥലങ്ങൾക്കും അപ്പുറത്തേക്ക് കടന്നു വരുന്ന ഒരർത്ഥ രൂപീകരണം അതിനുണ്ടാവണം. അപ്പോൾ എന്താണ് അസുന്ന, എന്താണ് അൽ ജമാഅ? അത് പരിശോധിക്കുമ്പോഴാണ് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കുക. അസുന്ന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെയ്താൽ പ്രതിഫലമുള്ളതും ചെയ്തില്ലെങ്കിൽ കുറ്റമില്ലാത്തതും എന്നല്ല, മറിച്ച് അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ്, അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹ്, അല്ലാഹുവിൻ ചര്യയാക്കി കാണിച്ചു തന്നത് ഏതൊക്കെയുണ്ടോ അതിനാണ് അസ്സുന്ന എന്ന് പറയുന്നത്. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചത് ഏതൊക്കെയുണ്ടോ അതിൽ അവിടുത്തെയുടെ വചനാമൃതങ്ങളുണ്ട്, അവിടുത്തെയുടെ കർമ്മമേഖലകളുണ്ട്, അവിടുത്തെയുടെ മൗനാനുവാദങ്ങളുണ്ട്. ഇതിനെ എല്ലാത്തിനെയും കൂടി ചേർത്തു പറയുന്നതാണ് അസ്സുന്ന. അപ്പൊ അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ പ്രവാചക ചര്യയെ അനുധാവനം ചെയ്യുന്ന സമൂഹം എന്നർത്ഥം വന്നു. അത് കാലാതിവൃത്തിയാണ്, ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് മാത്രമുള്ളതല്ല. പ്രവാചക ചര്യയെ ജീവിതത്തിൽ പകർത്തുന്നവർ, പ്രവാചക ചര്യയെ ഇത്തിബാഅ് ചെയ്യുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ സുന്നത്താക്കി കാണിച്ചു തന്നത് ഏതൊക്കെയുണ്ടോ അതിനെ എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ആളുകൾ. ഇനി അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാലോ, അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ
ഏതെങ്കിലും ഒരു പ്രദേശത്തെ ജനങ്ങൾ ഏകോപിച്ച അഭിപ്രായമെന്നല്ല. എടച്ചിറയിലെ ജനങ്ങളെല്ലാവരും കൂടി, മുസ്ലിമീങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച തീരുമാനമെന്നല്ല. പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം? മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാർ, അവിടുത്തെ സ്വഹാബത്ത് ഏകോപിച്ച കാര്യം ഏതാണോ അതിനെയാണ് അൽ ജമാഅ എന്ന് പറയുന്നത്. അപ്പോൾ കാര്യം വളരെ കൃത്യമാണ്. അസ്സുന്നത്തും അൽ ജമാഅത്തും ആര് പിന്തുടരുന്നുവോ ആ സമൂഹത്തിന്റെ പേരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരണമെന്ന്, ആ പ്രവാചകനെ അനുധാവനം ചെയ്യണമെന്ന് ഖുർആനിലെ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹുവിൻ്റെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വിജയം വരിക്കുന്ന ആളുകളുടെ പ്രത്യേകത فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയാണ്, ഫല്ലദീന ആമനു, അപ്പോൾ വിശ്വസിച്ച ആളുകൾ, വഅസ്സറൂഹു വനസറൂഹു, അല്ലാഹുവിൻ്റെ ഹബീബിനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അവിടുത്തെ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ, അവിടുത്തെ സഹായിക്കുന്ന ആളുകൾ, വത്തബഉന്നൂറല്ലദീ ഉൻസില മഅഹു, ആ പ്രവാചകന്റെ കൂടെ അല്ലാഹു ഇറക്കിയ പ്രകാശത്തെ പിന്തുടരുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരത്രേ വിജയം വരിച്ച ആളുകൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ആ പ്രവാചകനെ പിന്തുടരുകയും ആ പ്രവാചകനെ സഹായിക്കുകയും ആ പ്രവാചകൻ്റെ കൂടെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള പ്രകാശത്തെ പിന്തുടരുകയും ചെയ്യുന്നവരാരോ അവരാണ് വിജയം വരിച്ചവർ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വിജയം ലഭിക്കണമെന്ന ആഗ്രഹത്തിനാണ്. എങ്കിൽ വിജയം വരിക്കാനുള്ള ഫോർമുല അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നത്, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയം വരിച്ചവരെന്ന് അല്ലാഹുവിൻ്റെ ഖുർആൻ. അപ്പം എന്ത് വേണം? അല്ലാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റണം, അവിടുത്തെ സഹായിക്കണം, അവിടുത്തെ ആദരിക്കണം, അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ള പ്രകാശത്തെ പിന്തുടരണം, എങ്കിലേ വിജയം വരിക്കൂ. ഇത് അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആവണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ചതെന്താണോ, അവിടുന്ന് പറഞ്ഞതെന്താണോ, അവിടുന്ന് അംഗീകാരം നൽകിയതെന്താണോ അത് ജീവിതത്തിൽ കൊണ്ടുവന്നേ മതിയാകൂ. ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും അത് കൊണ്ടുവന്നേ മതിയാവുള്ളൂ. എന്നാലേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ ആ വിഷയം പഠിപ്പിച്ചു കൊടുത്തു, അവിടുന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ ജീവിതത്തിൽ പകർത്തി. അപ്പൊ സ്വാഭാവികമായും ഒരു കാര്യമുണ്ട്,
ആ പ്രവാചകന്റെ സുന്നത്തിനെ, പ്രവാചകന്റെ ജീവിതചര്യയെ എങ്ങനെയെന്ന് മനസ്സിലാക്കി നമുക്കെടുക്കണമെങ്കിൽ സ്വഹാബത്ത് കൂടിയേ തീരൂ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന അൻസാറുകളും മുഹാജിറുകളുമായ ആളുകൾ, നന്മയിൽ അവരെ പിൻപറ്റിയ പിൻഗാമികളായ ആളുകൾ, അവർക്ക് അല്ലാഹുവിൻ്റെ അടുത്ത് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് അല്ലാഹുവിൻ്റെ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഖുർആൻ പറയുന്ന മറ്റൊരു വാചകം, وَمَن يُشَاقِقِ الرَّسُولَ مِن بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും അല്ലാഹുവിൻ്റെ റസൂലിനോട് എതിരായാൽ സത്യമേതാണെന്ന് വ്യക്തമായതിനു ശേഷം, സന്മാർഗം ഏതെന്ന് വ്യക്തമായതിനു ശേഷം, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ പാതയല്ലാത്തത് പിന്തുടരുകയും ചെയ്താൽ, വളരെ കൃത്യമായ പരാമർശമാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നിട്ടുള്ള, സ്വഹാബത്ത് ജീവിതത്തിൽ പകർത്തിയ ആ കൃത്യമായ ഒരു മാർഗരേഖ അത് വിട്ടുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവർ നരകത്തിലായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്താണ് എന്നും അവരെ എങ്ങനെ അനുധാവനം ചെയ്യണമെന്നും വളരെ കൃത്യമായി ധാരാളം ആയത്തുകളുണ്ട്. അതിൽ 2 ആയത്തുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് ചിന്തിക്കലാണ് വേണ്ടത്. ഇവൻ അഹ്ലുസുന്നയാണോ, നീ അഹ്ലുസുന്നയാണോ, മറ്റവൻ അഹ്ലുസുന്നയാണോ എന്നല്ല വേണ്ടത്. നീ ചെയ്യുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെതാണോ, നിന്റെ പ്രവർത്തനങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെതാണോ എന്ന് പറഞ്ഞാൽ നബിയും സ്വഹാബികളും ചെയ്തതാണോ, നബിയും സ്വഹാബികളും പറഞ്ഞതാണോ, അങ്ങനെയാണ് ആലോചിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് സുന്നത്ത് ജമാഅത്ത് എവിടെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാകുക. വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഇന്നിവിടെ അടുത്തൊരു പള്ളിയിലാണ് മഗ്രിബ് നിസ്കാരത്തും കൂടിയത്. ആ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും ഓരോരുത്തരും അവനവനെ ഏൽപ്പിക്കപ്പെട്ട ദിക്റുകളും തസ്ബീഹുകളും ചൊല്ലണം എന്നതാണ് ഇസ്ലാമിന്റെ നിയമം, അഹ്ലുസുന്നയുടെ നിയമം. എന്നാൽ ഇമാമ് ദുആ ചെയ്ത് ബാക്കിയുള്ളവരെല്ലാവരും ആമീൻ പറയുകയും ഇമാമിന്റെ ഒച്ചയും ആ മൗമൂമുകളുടെ ആമീന്റെ ഒച്ചയും ഒക്കെയായി പള്ളി മുഖരിതമാവുക എന്നത് അഹ്ലുസുന്നയുടെ നിലപാടല്ല. അത് സുന്നത്തു ജമാഅത്തിന്റെ ആശയമല്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് നിസ്കരിച്ചു തന്ന നിസ്കാരങ്ങളിൽ നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് മൗമൂമുകളുടെ നേരെ തിരിഞ്ഞിരുന്നോ, വലതുഭാഗത്തേക്ക് തിരിഞ്ഞോ, അവിടുന്ന് എല്ലാ വഖത്തിലും എന്തെങ്കിലും പ്രത്യേകമായ ദുആ ചെയ്തത് ഹദീസുകളിലില്ല. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അങ്ങനെ ചെയ്തത് അവരുടെ നടപടിക്രമങ്ങളിലില്ല. പിന്നെ ഇപ്പൊ എവിടുന്ന ഇത് വന്നത്, എവിടെയാണ് വന്നത് എന്ന് നോക്കിയാൽ നമുക്ക് ശേഷം നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും അത് വന്നത് എവിടെയാണ്. അത് പിൽക്കാലത്തെ സമൂഹത്തിനിടയിൽ കടന്നുകൂടിയ ആശയമാണ്. പിൽക്കാലത്ത് സമൂഹത്തിനിടയിൽ കടന്നുകൂടിയതാണ്. അത് മാത്രമല്ല, ആ ദുആ തന്നെ ബിദ്അത്താണ്. ആ ദുആ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയമല്ല.
പിന്നെ അതിന് ശേഷം ഒരു സ്വലാത്തും പാടായി. പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ മാതിരിയാണ്. ആ ദുആ തന്നെ ഇല്ലാത്തതാണ്. അതിനു പുറമേ ഒരു 3 സ്വലാത്തും. അവിടെ മസ്ബൂക്കുകളായി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? ചില ആളുകളൊക്കെ പറയും നിസ്കരിക്കുന്നവന്റെ മുന്നിൽ ഖുർആൻ പോലും ഓതാൻ പാടില്ല എന്നാ പറയാ. അവന് ശല്യം ഉണ്ടാക്കുന്ന നിലക്ക് ഖുർആൻ ഓതരുത് എന്നാണ്. ഇനി ഇങ്ങനെ ഒരു സമ്പ്രദായം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? നമുക്ക് കാണാം ഇത്തരം ചില സ്ഥലങ്ങളിൽ ഇത് കൊണ്ടുവരുന്ന വല്ല നിയമമുണ്ടോ ആ വിഷയത്തിന്? ഇത് 2004 മാർച്ചിലെ ഒരു സുന്നത്ത് മാസികയാണ്. പേര് സുന്നത്താണെങ്കിലും അതിൽ സുന്നത്തൊന്നും ഉണ്ടാവില്ല, പേരിൽ മാത്രമേ സുന്നത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിലൊരു ചോദ്യോത്തരമുണ്ട്. ചില പള്ളികളിൽ 5 നേരത്തെ നമസ്കാരം കഴിഞ്ഞുള്ള ദുആക്ക് ശേഷം നബിയുടെ പേരിൽ 3 സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഇത് പാടില്ലെന്ന് ചിലർ പറയുന്നു. ഇതിന്റെ വിശദീകരണം ആവശ്യപ്പെടുന്നു. ഉത്തരഎന്താ? നബിയുടെ മേൽ എപ്പോഴും സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. നിസ്കാര ശേഷം പ്രത്യേകമായ സുന്നത്തില്ല. നിസ്കാരത്തിന് ശേഷം ഒരു 3 സ്വലാത്ത് ചൊല്ലുക എന്നത് സുന്നത്തില്ലാത്ത കാര്യമാണ്. സുന്നത്തില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഹലോ, സുന്നത്തില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നബിയും അതാണ് അർത്ഥം. അത് ചെയ്താൽ കൂലിയില്ല, ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ല കുറ്റല്ല എന്ന് പറയുന്ന സുന്നത്തിൽപ്പെട്ടല്ല കേട്ടോ. സുന്നത്തില്ല അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമസ്കരിച്ച ഒരു നമസ്കാരങ്ങളിലും അവിടുന്ന് ഒരു ദിവസം 5 നേരം നമസ്കരിച്ചിട്ടുണ്ട്. മദീനത്തെ പള്ളിയിൽ ഇമാമ് നിന്നിട്ടുണ്ട്. ആ ഇമാമ് നിന്ന സമയത്തൊരിക്കലും അള്ളാഹുവിന്റെ റസൂൽ നമസ്കാരം കഴിഞ്ഞ് കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ ജംആയ സീഗ ഉപയോഗിച്ചുകൊണ്ട് മഅ്മൂമീങ്ങൾ ആമീൻ പറയാൻ വേണ്ടി ദുആ ചെയ്തത് അവിടുത്തെ ചര്യയിൽ നമുക്ക് ആദത്തായി കാണുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് അത് സുന്നത്തില്ലാത്തതാണ്. എന്നാ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ ഇനി ആരും കേറി പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ ഒരു വരട്ട് മസ്അല അതിന്റെ ശേഷം കൂടി പറഞ്ഞു. ചൊല്ലുന്ന സ്ഥലത്ത് മുടക്കുകയും ഇല്ലാത്തടത്ത് കൊണ്ടുവരികയും ചെയ്യേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ചൊല്ലി വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? നിങ്ങളായി മുടക്കാൻ പോണ്ട. അത് മുടക്കൽ നിർബന്ധല്ലേ? സുന്നത്തില്ലാത്തൊരു കാര്യം ഒരുത്തൻ ചെയ്യുകയും ആളുകൾ അത് സുന്നത്താണെന്ന് ഗണിക്കുകയും ചെയ്താൽ അത് തടയൽ നിർബന്ധല്ലേ? അപ്പോ ഒരു വരട്ട് മസ്അലയാണ്. ഉള്ളയിടത്ത് തടക്കാനും പോണ്ട, ഇല്ലാത്തയിടത്ത് തുടങ്ങാനും പോണ്ട. സുന്നത്താണെങ്കിൽ തുടങ്ങണ്ടേ? സുന്നത്താണെങ്കിൽ തുടങ്ങല്ലേ വേണ്ടത്? അപ്പൊ സുന്നത്തില്ലെങ്കിൽ തടുക്കല്ലേ വേണ്ടത്? തടുക്കണ്ടേ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണം. മഹാനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സ്വഹാബികളിൽ അഗ്രേസരനായ പ്രവാചകന്റെ സ്വഹാബിയാണ്. സാഹിബു സിർരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന സ്വഹാബി. ആ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അതാ പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ അതാ പ്രായമുള്ള ഒരാൾ നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു, നിങ്ങൾ എത്ര കാലം നിസ്കരിക്കുന്നയാളാണ്? എത്ര നാളായി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു? അയാൾ പറഞ്ഞു, ഞാൻ 50 കൊല്ലമായി നിസ്കരിക്കുന്നവനാണ്. 50 കൊല്ലമായി ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ആ വൃദ്ധനായ മനുഷ്യനോട് പറയുന്നു, 50 കൊല്ലമായി നിങ്ങൾ നിസ്കരിക്കുന്നില്ല. 50 കൊല്ലമായി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞ 50 കൊല്ലമായിട്ട് നിങ്ങൾ നിസ്കരിക്കണില്ല. അതിന്റെ കാര്യം
ആ നമസ്കാരം ഹബീബ് സുന്നത്താക്കിയ, ഹബീബ് ചര്യയാക്കിയ നിസ്കാരമല്ല. അങ്ങനെ ഇല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖൗലെങ്ങനെയാണല്ലോ, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടുവോ, അപ്രകാരം നിങ്ങൾ നിസ്കരിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ നിസ്കാരം അങ്ങനെ ആയിട്ടില്ലെങ്കിൽ അത് നിസ്കാരമല്ല. സുന്നത്തൊഴിവാക്കിയ നിസ്കാരം നിസ്കാരമല്ല. അപ്പൊ ക്ലിയർ ആയില്ലേ സംഗതി അല്ലേ? അപ്പൊ സുന്നത്താണോ അത് ചെയ്യണം, സുന്നത്തല്ലേ അത് തടയണം. ഈ ജാതി വരട്ട് വർത്താനം വേണ്ട. അത് അഹ്ലു സുന്ന വൽ ജമാഅയുടെ വിശ്വാസമല്ല. ഞാൻ സാന്ദർഭികമായി ഒന്നുണർത്തിയെന്ന് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം എന്ന് പറയുന്നത് പിൽക്കാലത്ത് രൂപീകരിക്കപ്പെട്ട ആശയമല്ല. അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതകാലമാണ്, സ്വഹാബത്തിന്റെ ജീവിതകാലമാണ്. ആ രണ്ട് ഘടകങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കർമ്മമണ്ഡലങ്ങളെയും രൂപപ്പെടുത്തുന്ന വിഭാഗത്തിന്റെ പേരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. മാർഗത്തെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതിൻ്റെ ഉദാഹരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ നമസ്കാരവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ആ വിഷയത്തിന് സമൂഹത്തോട് വിശദീകരിച്ചതും നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങളിൽ ഓരോന്നും അവിടെ എല്ലായിടത്തും പ്രവാചകന്റെ ചര്യ ഉണ്ടോ ഇല്ലേ എന്ന് ബോധ്യപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അതിലുണ്ടോ ഇല്ലേ, ഉണ്ട് എന്നാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സ്വീകരിക്കാം, അത് സുന്നത്തി ജമാഅത്താണ്. ഇല്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നതെങ്കിൽ ഉറപ്പായി നമുക്ക് പറയാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവുമല്ല, ആദർശവുമല്ല. ഏറ്റവും പ്രകടമായി വേർതിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അല്ലാത്തത് സമൂഹത്തിലേക്ക് കടന്നുകൂടി എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു പ്രത്യേകതയാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാഹു അല്ലാത്ത മഹത്തുക്കളായ ആളുകളെ വിളിച്ചു തേടുന്ന, അല്ലെങ്കിൽ അവരെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ കടന്നുകൂടിയത് സുന്നത്ത് ജമാഅത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തല്ല. നമ്മളിപ്പോ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സഹോദര സമുദായം ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു വിശ്വാസവും അവരുടെ ആചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റാലി ഇതിലേക്ക് കടന്നുപോയി. ആ റാലി കടന്നു പോകുമ്പോൾ അവരവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ആ വിശ്വാസം എന്താണ്? അത് അവസാനത്തെ ആ വണ്ടിയിൽ അതിന് കേട്ട പാട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് തുടങ്ങുന്ന തവസ്സുലാണ് ആ പറഞ്ഞു കൊണ്ടുപോയത്. യഥാർത്ഥത്തിൽ അത് ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണത്. അത് അവരുടെ വിശ്വാസമാണ്, ആചാരമാണ്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്ന ഒരാൾ, അയാൾ മരണപ്പെട്ടു പോയ ഒരാളോട് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണേ എന്നോ അല്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കണേ എന്നോ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് സുന്നത്തു ജമാഅത്തല്ല. അത് സുന്നത്തു ജമാഅത്താണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് പൂർണ്ണമായും പ്രമാണബദ്ധമായതല്ല, അത് പ്രമാണങ്ങൾക്ക് പുറത്താണ്. ഞാനൊരൊറ്റ വാചകം പെട്ടെന്ന് പറഞ്ഞു തരാം. ഈ കിതാബ് പലപ്പോഴും ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകണം. ഈ കിതാബിന്റെ പേര് തജ്രീദു തൗഹീദുൽ മുഫീദ് എന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് അൽ ഇമാമുൽ അല്ലാമ അഹ്മദ് ബിൻ അലി അൽ മഖ്രീസി അൽ മിസ്രി അശ്ശാഫിഈ, ശാഫിഈ മദ്ഹബുകാരനായ ഈജിപ്തുകാരനായ മഖ്രീസി എന്നറിയപ്പെടുന്ന അഹ്മദ് ബിൻ അലി അൽ മഖ്രീസിയുടെ കിതാബാണ്. ഇതിൽ അദ്ദേഹം ശിർക്കിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അത് മൊത്തം വിശദീകരിക്കാൻ ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നില്ല. മറിച്ചൊരൊറ്റ കാര്യം മാത്രം ഞാൻ ഇതിൽ നിന്ന് വായിക്കുകയാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക്. അഹ്ലുസുന്ന എവിടെ നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടാൻ ഈ ഒരു വാചകം വളരെ വ്യക്തമാകുമെന്നത് കൊണ്ട് മാത്രം. അദ്ദേഹം പറയാൻ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസി സമൂഹങ്ങൾക്ക് ഖബർ സിയാറത്ത് സുന്നത്താക്കിയിട്ടുണ്ട്. ഖബർ സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിരോധിച്ചതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സുന്നത്താക്കിയിട്ടുണ്ട്. അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഫസൂറുഹാ, നിങ്ങൾ ആ ഖബർ സിയാറത്ത് ചെയ്യണേ. ഫഇന്നാ തുദക്കിറുകുമുൽ ആഖിറ, അത് പരലോകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കുന്നതാണ്. അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യണേ. ഇങ്ങനെ ഖബർ സിയാറത്ത് അല്ലാഹുവിന്റെ റസൂൽ സുന്നത്താക്കിയപ്പോൾ ഈ സിയാറത്ത് ചെയ്യുന്ന ആളുകൾ അവർ പല രൂപങ്ങളിലേക്ക് കളം മാറി ചവിട്ടിയത് കാണാം. അതുകൊണ്ട് തന്നെ ആ ഖബർ സിയാറത്തിന് പോകുന്ന സുന്നത്തു ജമാഅത്തിന്റെ ആളുകളെയും അതിന് പുറത്തുപോയ ആളുകളെയും ഇമാം മഖ്രീസി തന്റെ കിതാബിൽ കൊണ്ടുവരികയാണ്. അദ്ദേഹം പറഞ്ഞു, വന്നാസു ഫീ ഹാദൽ ബാബ് അഅ്നി സിയാറത്തുൽ ഖുബൂർ, ഖബറുകൾ സിയാറത്ത് ചെയ്യാൻ പോവുക എന്ന വിഷയത്തിൽ ജനങ്ങൾ 3 വിഭാഗമാണ്. അത് 3 വിഭാഗമാണ്. സലാസത്തു അഖ്സാം, 3 വിഭാഗമാണ് ജനങ്ങൾ. ഖൗമുൻ, ഒരു വിഭാഗം, യസൂറൂനൽ മൗതാ, മരണപ്പെട്ടു പോയവരെ അവർ സന്ദർശിക്കുന്നു. ഫയദഊന ലഹും, എന്നൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വഹാദിഹി ഹിയ സിയാറത്തു ശർഇയ്യ, ഇതാണ് ശർഇയ്യായ സിയാറത്ത്. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സുന്നത്താക്കിയ സിയാറത്ത്. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത സിയാറത്ത്. ഖബറാളിക്ക് വേണ്ടി ദ്വാരക്കാം, അങ്ങോട്ട് പോകാം, അവിടുന്ന് അവർക്ക് വേണ്ടി ദ്വാരക്കാം. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഇനി ഇതിന് പുറത്തുപോയ വിശ്വാസം ഏതാണ്? അതും അദ്ദേഹം പറയാണ്, വഖൗമുൻ, വേറൊരു സമൂഹമുണ്ട്, യസൂറൂനഹും, അവർ ഖബറാളികളെ സന്ദർശിക്കുന്നു. യദഊന ബിഹിം, അവർ മുഖേന അവർ പ്രാർത്ഥിക്കുകയാണ്. അഥവാ യദഊന ബിഹിം, അവരെ കൊണ്ട് അവർ ദുആ ചെയ്യുകയാണ്. ഫഹഉലാഇ ഹുമുൽ മുശ്രികൂൻ, അവർ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരാണ്. അതേ വജ്ഹലത്തുൽ അവാമി വത്തഗാമി മിൻ ഗുലാതിഹിം, അവരുടെ കൂട്ടത്തിലെ സാധാരണക്കാരായ അതിരുവിട്ട് കടന്നുപോയ കുറെ ആളുകൾ, ആ ആളുകളുടെ ജഹാലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പ്രവർത്തനമാണ് അത്. ശിർക്കൻ പ്രവർത്തനമാണ്. നമ്മളിന്ന് കണ്ടില്ലേ, ഇന്ന് നമ്മളാ നേരത്തെ ഞാൻ പറഞ്ഞ മഗ്‌രിബ് നിസ്കരിക്കാൻ പോയ പള്ളിയിൽ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പര് അൽ ഫാത്തിഹ,
എന്നിട്ട് അൽഫാത്തിഹ വിളിച്ചിട്ട് പിന്നെ മൂപ്പര് ദുആ തുടങ്ങുന്നുണ്ട്. ആ ദുആയിലൊക്കെ എന്താണ് ഈ പറഞ്ഞ മാതിരിയാണ്. മരിച്ചുപോയവരെ കൊണ്ടും മരിച്ചവർ പോയവരോടും. ഇത് ശരിക്കും ശിർക്കാണ്. ഇത് അഹ്ലു സുന്ന വൽ ജമാഅയല്ല. ഇനി മാത്രമല്ല, വീണ്ടും അദ്ദേഹം പറയുന്നു, വഖൗമുൽ യസൂറൂനഹും, വേറൊരു സമൂഹമുണ്ട്, അവർ ഖബറാളികളെ സിയാറത്ത് ചെയ്യുന്നു. ഫയദഊനഹും അൻഫുസഹും, അവർ ഖബറാളികളോട് നേരിട്ട് ചോദിക്കുകയാണ്, ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. വഖദ് ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദു, അല്ലാഹുവേ എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ല. വഹഉലാഇ ഹുമുൽ മുശ്രികൂന ഫിർ റുബൂബിയ്യ, അങ്ങനെ ഖബറാളിയെ വിളിച്ചുകൊണ്ട് തേടുന്ന ആളുകൾ അല്ലാഹുവിന്റെ റുബൂബിയത്തിൽ പങ്കുചേർക്കുന്നവരാണ്. നമ്മൾ കണ്ടില്ലേ, CM മടവൂരിനെ വിളിച്ചിട്ട്, നോക്കണം ഞങ്ങളെ ശൈഖോരേ, കാക്കണം ഞങ്ങളെ മടവൂരേ, ഉങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരേ എന്ന് മടവൂരിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, വിളിച്ച് സങ്കടം പറയുന്ന, വിളിച്ചവരോട് ദുആ ചെയ്യുന്ന, അവരോട് സഹായം തേടുന്ന ആളുകൾ അവർ അല്ലാഹുവിന്റെ റുബൂബിയത്തിൽ പങ്കുചേർക്കുന്നവരാണ്. ഇത് ഇമാം മഖ്രിസി തന്റെ തജ്രീദ് തൗഹീദുൽ മുഫീദ് എന്ന കിതാബിൽ പറഞ്ഞതാ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഖബറാളികളോട് തേടുന്നവരല്ല, ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യാ. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. ഖബർസ്ഥാനിലേക്ക് കടന്നു ചെന്നാൽ ഉടനെ അവൻ പറയും, ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ, ഇവിടെ മറമാടപ്പെട്ട മുഅ്മിനുകളായ ആളുകൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. അതൊരു പ്രാർത്ഥനയാണ്. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ, അങ്ങനെയും റിപ്പോർട്ടിലുണ്ട്. അങ്ങനെ പറഞ്ഞാലും അതിന്റെ അർത്ഥം പ്രാർത്ഥനയാണ്. അടുത്തതോ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരേണ്ടവരാണ്. നസ്അലുല്ലാഹ ലനാ വലക്കും അൽ ആഫിയ, നിങ്ങൾക്കും ഞങ്ങൾക്കും സൗഖ്യത്തിനു വേണ്ടി അല്ലാഹുവിനോട് ഞങ്ങൾ ദുആ ചെയ്യുകയാണ്. ഇതാണ് സുന്നത്ത് ജമാഅത്ത്. മറ്റേതോ ഖബറിൽ ചെന്നിട്ട്, ഖബറിന്റെ അടുത്ത് ചെന്നിട്ട് അങ്ങോട്ട് ദ്വാരക്കാൻ, നിങ്ങൾ തരണമുപ്പാപ്പാ, ഞങ്ങളിത് നിങ്ങളെ പ്രതീക്ഷിച്ചു വന്നിരിക്കുകയാണ്, നിങ്ങൾ തരണം ഉപ്പാപ്പാ, കൈവിടല്ല ഉപ്പാപ്പാ, രോഗം മാറ്റണേ ഉപ്പാപ്പാ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തിനി വരാനുള്ള തൗഫീഖ് തരണം ഉപ്പാപ്പാ എന്നങ്ങട്ട് ചോദിക്കാൻ. അല്ലെങ്കിൽ അല്ലാഹുവേ, ഇവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, നിന്റെ അടുത്ത് ഇവർക്കുള്ള സ്ഥാനം കൊണ്ട് ഞങ്ങളെ സഹായിക്കാൻ ഇവർ ഹേതുവാകണേ. ഇതും പാടില്ല. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം ഈ പറഞ്ഞതൊന്നുമല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ എന്താണ് നോക്കണം മുഅ്മിനീങ്ങളെ. സത്യവിശ്വാസികൾ നോക്കേണ്ട അങ്ങനെയാണ്. ഖബറിന്റെ അടുത്ത് പോയാൽ എന്ത് ചെയ്യണമെന്ന് അല്ലാഹു റസൂൽ പറയും. തവസ്സുലും ഇസ്തിഗാസയൊക്കെ നടത്തണമെന്നാണോ റസൂൽ പറഞ്ഞത്? അതല്ല, എന്താ ചെയ്യേണ്ടത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിച്ചല്ലോ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ
റസൂലുള്ളാഹി ചോദിച്ചു, ഞങ്ങൾ ഖബർ സിയാറത്തിന് പോയാൽ എന്താണ് പറയേണ്ടത്? അപ്പോൾ പഠിപ്പിച്ചു കൊടുത്തതാണ് പ്രാർത്ഥന. അതാണ് എവിടെ ചെന്നാലും, ഏത് ഖബറിൻ്റെ അടുത്ത് ചെന്നാലും ചെയ്യേണ്ട പണി അതാണ്. സലാം പറയാ, എന്നിട്ട് ബാക്കിയുള്ള ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഇതല്ലാത്തൊരു സമ്പ്രദായം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തല്ല. അങ്ങനെ ആണെങ്കിൽ ഉദാഹരണം കാണിക്കണം. എങ്ങനെ? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരണപ്പെട്ടു പോയ സ്വഹാബത്തിന്റെ ഖബറിടത്ത് ചെന്നിട്ട് ഖബറാളികളായ സ്വഹാബത്തിനോട് നബി തങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം. അല്ലെങ്കിൽ സ്വഹാബത്തിൽപ്പെട്ട ആളുകൾ പോയിട്ട് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് അപേക്ഷിക്കണമേ, ഞങ്ങളെ സഹായിക്കണേ എന്ന് പറയുന്നത് തെളിയിക്കാൻ കഴിയണം. ഇത് രണ്ടുമില്ല. ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം അതല്ല എന്ന് ബോധ്യപ്പെടുകയാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം അതല്ല. എന്നാൽ അഹ്ലു സുന്നയിൽ തവസ്സുൽ ഇല്ലേ? ഇല്ലേ? തവസ്സുൽ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ട്, തവസ്സുലുണ്ട്. ആ തവസ്സുൽ എന്താണ്? ആ തവസ്സുൽ ശരിക്ക് അവനവന്റെ പ്രവർത്തികൾ കൊണ്ടുണ്ടാക്കുന്നതാണ്. അതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്നാമത്തെ തവസ്സുൽ പരിശുദ്ധ ഖുർആനിലെ ഭൂരിപക്ഷം ദുആയും തവസ്സുലാണ് എന്ന് പറഞ്ഞാൽ ആ തവസ്സുലെല്ലാം, ആ പ്രാർത്ഥനയെല്ലാം അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളെ എടുത്തു വെച്ചുകൊണ്ടാണ്. അപ്പോൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. എങ്ങനെ? അവന്റെ നാമവിശേഷണങ്ങളെ എടുത്തു വെച്ചുകൊണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, അല്ലാഹുവിന് ഉന്നതമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ മുഖേന നിങ്ങൾ അവനോട് ദുആ ചെയ്യുവീൻ. അപ്പൊ റഹ്മാനായ റബ്ബേ എന്നിങ്ങനെയുള്ള അല്ലാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആരക്കുക എന്നതാണ്. അതാണ് തവസ്സുലിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. മറ്റൊന്ന്, നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് ദുആ ചെയ്യുക. അല്ലാഹുവിനോട് പറയാൻ എന്തെങ്കിലും ദുആ പറയാനുണ്ടോ? റബ്ബിനോട് പറയാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ അമല് വെച്ചുകൊണ്ട് അല്ലാഹുവേ, ഞാൻ ഈ ചെയ്തത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, പ്രീതിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് റബ്ബേ, നീ എൻ്റെ കാര്യം നടപ്പിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അത് തവസ്സുലാണ്. പിന്നെയോ, ഒരാളോട്, ഒരു വിശ്വാസിയോട് നമ്മൾ അങ്ങോട്ട് പറയാ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ഇറക്കണം റബ്ബിനോട്. നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ള പണിയാണ്. അതും ഒരു തവസ്സുലാണ്. അതല്ലാത്തൊരു തവസ്സുൽ, മഹാന്മാരായ ആളുകളെ ഇടയാളന്മാരാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ തവസ്സുൽ, അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ നബി തങ്ങൾ ചെയ്തിട്ടുമില്ല. പ്രവാചകൻ പഠിപ്പിച്ചതെല്ലാം ഈ പറയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ കാണുന്ന വിഷയങ്ങൾക്ക് എതിരായ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സുന്നത്തു ജമാഅത്തിൽ തവസ്സുലുണ്ടോ? ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന തവസ്സുലോ, അത് സുന്നത്തു ജമാഅത്തല്ല. അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ സഹോദര സമുദായ അംഗങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ ഈ സംസാരം അത് എഫക്റ്റ് ആവാൻ ഒരുപക്ഷെ കാരണമായി തീർന്നു എന്ന് എനിക്ക് തോന്നുകയാണത്. കാരണം എന്താണ് എന്ന് നേർക്ക് നേരെ കാണിച്ചു കൊടുക്കാൻ ഒരു ഉദാഹരണം. ഇത് മുസ്ലിങ്ങളല്ലാത്ത ക്രൈസ്തവ സമൂഹത്തിന്റെ, അതുപോലെ ഹൈന്ദവ സമൂഹത്തിന്റെ, ജൂത സമൂഹത്തിന്റെ വിശ്വാസമാണ്. മുസ്ലിം സമുദായത്തിൽ അങ്ങനെ പുണ്യാത്മാക്കളെ വിളിച്ചുകൊണ്ടോ പുണ്യാത്മാക്കളെ അടയാളന്മാരാക്കിക്കൊണ്ടോ ഒരു പ്രാർത്ഥനയോ ഒരു പ്രത്യേകതയോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടേ ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത് ഏത് കാര്യങ്ങൾ എടുത്താലും അവിടെയെല്ലാം പ്രവാചക ചര്യ വളരെ കൃത്യമായി നിഴലിച്ചു നിൽക്കുന്നത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്
അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന സംഘത്തിന്റെ മുഖമുദ്ര. അവിടുന്ന് പഠിപ്പിച്ചത് എന്തൊക്കെയാണ്? അതെല്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളാണ്. അവിടുന്ന് പഠിപ്പിച്ചു തന്നത് എന്തൊക്കെയാണോ അതെല്ലാമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. എന്നാൽ നിങ്ങൾ കേൾക്കൂ ഒരു കാര്യം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ പറയും മുജാഹിദുകൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തല്ല, അവർ ബിദ്അഈ കക്ഷികളാണ്, അവരെ കയ്യിൽ ബിദ്അത്തിന്റെ പ്രവർത്തനങ്ങളാണുള്ളത്. അതിനെന്തൊക്കെയാണ് അവർ കാരണം പറയാറുള്ളത്? കുറെ കാരണങ്ങൾ അവർ എണ്ണി പറയാറുണ്ട്. അതെല്ലാം കൂടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചില കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറയാം. പ്രത്യേകിച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ പ്രകടമായി എടുത്തു പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അവർ സൂചിപ്പിക്കാറുണ്ട്. മുജാഹിദുകൾ ബിദ്അത്തുകാരാണെന്ന് പറയാനുള്ള കാരണം അവർ മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ വാപ്പയോ അവരുടെ ഉമ്മയോ അവരുടെ സഹോദരങ്ങളോ അവരുടെ ബന്ധുമിത്രാദികളോ, അത്തരം ആളുകൾ മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യൂല. ഒരു ഖുർആൻ പോലും അവർക്ക് വേണ്ടി ഓതുന്നവരല്ല ഇവർ. ഒരു മുടക്കില്ലാത്ത സംഗതിയല്ല ഖുർആൻ ഓതല്. ഒരു ഖുർആൻ പോലും ഓതുന്നവരല്ല. മാത്രമല്ല ഖബറാളികൾക്ക് വേണ്ടി ഉപകാരം കിട്ടാൻ എന്തെങ്കിലും ഒരു നന്മ ജീവിച്ചിരിക്കുന്ന തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയും വേണ്ട. അതുമാത്രമല്ല ആ മയ്യത്ത് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയാൽ കൊണ്ടുപോകുമ്പോൾ പോലും അല്ലാഹുവിന്റെ വചനങ്ങൾ ഉരുവിടാനോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ചൊല്ലാനോ ഇവർ സന്നദ്ധരല്ല. നിങ്ങൾ നോക്കിയാ കാണാം, മുജാഹിദിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കാണാം അവിടെ ഒരാളും മിണ്ടുന്നില്ല. എല്ലാരും പരസ്പരം എന്തൊക്കെയോ വർത്താനം പറഞ്ഞുകൊണ്ട് പോകുകയാണ്. അങ്ങനെ പോവാണ്. അവരെ വീട്ടിൽ ചെന്നാൽ മയ്യത്ത് ഇങ്ങനെ കിടത്തിയിട്ടുണ്ടാകും. ആളുകൾ പല സ്ഥലത്തും ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ടാകും. ആ മയ്യത്തിന്റെ അടുത്തിരുന്ന് ഖുർആൻ ഓതുന്നത് കാണുന്നില്ല, മയ്യത്തിന് വേണ്ടി ദ്വാരക്കുന്നത് കാണുന്നില്ല. ഇതിങ്ങനെ പ്രചണ്ഡമായ ശരിയാണ് അല്ലേ? നോക്കുമ്പോ ശരിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരാൾ മരിച്ചാൽ അയാളെ വീട്ടിൽ നമ്മൾ ചെന്നാൽ അവിടെ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാകും? ഇങ്ങനെ ബൈബിളിലെ വചനങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ അതനുസരിച്ചു കൊണ്ടുള്ള ഒരു പാട്ടൊക്കെ ഇങ്ങനെ പാടുന്ന കേൾക്കാം. അവരുടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിനെ അനുഗമിക്കുന്ന ആളുകൾക്കും ഇതുപോലെ ചില വചനങ്ങളൊക്കെ ചൊല്ലി പറയുകയും പാട്ടിങ്ങനെ പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകും. ഹൈന്ദവ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ഇതുപോലെ നമുക്ക് കാണാം, ആ മയ്യത്തിന്റെ അടുത്ത് വെച്ച് ഇങ്ങനെ പലതും വായിക്കുന്നതും കൊണ്ടുപോകുമ്പോൾ അതുപോലെ പലതും ഉരുവിടുന്നതും പുകക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും മുസ്ലിങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത് വേണമല്ലോ, വേണ്ടേ? പൊതുവെ മതവിശ്വാസികൾ, രണ്ട് പ്രധാനപ്പെട്ട മതവിശ്വാസികൾ അവരുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴുള്ള പ്രവർത്തനം ഇതാണ്. അപ്പൊ സ്വാഭാവികമായും മൂന്നാമത്തൊരു വിഭാഗമായ മുസ്ലിം സമുദായവും മതവിശ്വാസികൾ എന്ന നിലക്ക് ചെയ്യേണ്ടതല്ലേ? അല്ലേ? ആണോ അല്ലേ? നിങ്ങളും ഉണ്ടാത്ത് ആണോ അല്ലേ? ശരിക്ക് വേണ്ടതാണെന്ന് തോന്നാണ്. ശരിയാണ്. കാരണം ആ മതത്തിലും ഈ മതത്തിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഇസ്ലാമിലും അതുണ്ടല്ലോ. കാരണം ഭൂരിപക്ഷം മുസ്ലിങ്ങളും അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോകത്ത് കടന്നു വന്ന മതങ്ങളിൽ കാണുന്ന ഇത്തരം സമ്പ്രദായങ്ങൾ പോലും മതത്തിലെ ഉൽപ്പതിഷ്ണുക്കളായി വന്ന ഇവർക്ക് ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇവർ പുത്തൻവാദികൾ തന്നെ. ശരിയല്ലേ? ആണോ? ശരിയല്ലേ?
ആണ് പെട്ടെന്ന് ആളുകൾക്ക് തോന്നുക അത് ശരിയാണല്ലോ എന്ന്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിനൊരു ക്രൈറ്റീരിയ ഉണ്ടെന്നും അത് ഏതെങ്കിലും സമൂഹം ചെയ്യുന്നത് അതേ രൂപത്തിൽ ഇങ്ങോട്ട് കോപ്പി അടിക്കലല്ല എന്നും ഏതൊരു കാര്യത്തിനും കണിശവും കൃത്യവുമായ ഒരു രൂപമുണ്ട് എന്നുമാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. ഞാൻ അപ്പോൾ പോയിന്റ് അവിടെ നിൽക്കട്ടെ ഒരു കാര്യം ഇടക്ക് പറയേണ്ടതുണ്ട്. ഞാൻ ഇത് പറയാൻ മറന്നു, ഇങ്ങോട്ട് ചോദിച്ചോണട്ടാ. ക്രൈസ്തവ സമൂഹം നമ്മളിപ്പോ കണ്ടു, അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെണ്ട മുട്ടുന്ന കണ്ടു, പിന്നെ അതുപോലെ പീപ്പി വിളിക്കണ കണ്ടു, അല്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ? അതുപോലെ മതപരമായ ആഘോഷമാണ്, അതവർ ചെയ്തട്ടെ. ഹൈന്ദവ സഹോദരങ്ങൾ നോക്ക്, അവർക്കൊന്നുണ്ട്, അവർക്കും അതുണ്ട്. മുസ്ലിം സമൂഹത്തെ പരിശോധിച്ച് നോക്കൂ, അവർക്കുണ്ടാ? അവർക്കുണ്ട്, അല്ലേ? അപ്പൊ ഈ ചട്ടുമുട്ട് ഇല്ലാത്ത ആർക്കാ? മുജാഹിദുകൾ പറഞ്ഞു അതില്ല. ഒന്ന് ക്ലിയറാക്കി പോകാൻ വേണ്ടിയാണ് ഇത് പറയണത്. മുജാഹിദുകൾ പറയണത് അതില്ല. അപ്പൊ നമ്മൾ നോക്കാം അല്ലാഹ് എന്താ പറഞ്ഞത്. അല്ലാഹ് പറയാണ്, അല്ലാഹുവിനെ ഇബാദത്തെടുക്കുന്ന മതപരമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ അല്ലാഹ് പറഞ്ഞതേ ചെയ്യാവൂ. കഴിഞ്ഞുപോയ സമൂഹത്തിന്റെ പണി വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്ത് ഇല്ലാ മുകാഅൻ വതസ്ദിയ. അതേ, ആ സമൂഹം മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് അവർ ചെയ്ത ആരാധന അത് മുട്ടും വിളിയുമായിരുന്നു. പക്ഷേ ഇസ്ലാം കടന്നു വന്നപ്പോൾ ആ മുട്ടും വിളിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കാനും ഏകാഗ്രതയോടെ തന്റെ റബ്ബിനെ ഇബാദത്തെടുക്കാനും ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അള്ളാന്റെ റസൂൽ അതിന്റെ ശബ്ദം കേട്ടപ്പോൾ അവിടുത്തെ ചെവിയിലേക്ക് കൈകൾ തിരുകിയിട്ട് പറഞ്ഞു, എന്താണ് ആ പിശാചിന്റെ കുഴലൂത്ത്? അള്ളാന്റെ റസൂൽ നോക്ക് നിങ്ങള്, ശ്രദ്ധിക്കണം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ അതിന് കൃത്യമായ ഒരു ക്രൈറ്റീരിയ പറഞ്ഞു. മുട്ടും വിളിയൊന്നും നമ്മളതല്ല, അതൊക്കെ അവലെടുത്തോട്ടെ, നമ്മൾക്കത് ബാധകമല്ല, നമ്മളത് ചെയ്യാൻ പാടില്ല. ഇന്നിപ്പോ ഒരു കൂട്ടർ അത് ചെയ്യുന്നവരുണ്ട്. അവരാരല്ല? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അല്ല. എന്താണ് നിങ്ങൾ വിഷയം വിട്ടിക്കണ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ആണോ അല്ലേ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയാൽ മതിയെന്ന്. അപ്പൊ മുട്ടും വിളിയും കാണുകയാണെങ്കിൽ എന്തല്ല, എളുപ്പത്തിൽ മനസ്സിലാക്കാം. അവിടെ തലപ്പാവുണ്ടോ, താടിയുണ്ടോ, നീളക്കുപ്പായുണ്ടോ, അറബി ബൈത്തുകൾ ചൊല്ലും, ഇതൊന്നും വിഷയമല്ല. ഇനി നിങ്ങൾ നോക്കാം, മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്ന സമ്പ്രദായം അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ സ്വഹാബത്തിന് പരിചയമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. വലിയ ഉസ്താദുമാര് ചെയ്യുന്നോ ഇല്ലയോ നോക്കേണ്ടതില്ല. വലാ തഗ്തറ ബികസറത്തിൽ ഹാലികീൻ, നശിച്ചുപോയ ധാരാളം ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ട് നീ വഞ്ചിതനാകണ്ട എന്ന് ഇമാം നവവി തന്റെ അദ്കാറിൽ രേഖപ്പെടുത്തുകയാണ്. വലാ തഗ്തറ ബികസറത്തിൽ ഹാലികീന വഖില്ലത്തിസ് സാലികീൻ, ഈ പണി ചെയ്യാതിരിക്കുന്ന, അതേ ദിക്ർ ചൊല്ലി ഒച്ചയുണ്ടാക്കി പോകുന്ന പണി ചെയ്യാത്ത കുറഞ്ഞ ആളുകൾ, അവർ കുറച്ചാണല്ലോ എന്ന് കണ്ട് നീ വഞ്ചിതനാവണ്ട. ചെയ്യുന്നവർ കൂടുതലുണ്ടല്ലോ എന്ന് വിചാരിച്ച് നീ വഞ്ചിതനാവണ്ട. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അറിയാത്തോണ്ടല്ല, പക്ഷെ അവിടെ അത് പറ്റൂല എന്ന് വെച്ചിട്ടാണ്. മനസ്സിലായ? ഒരുത്തൻ ഇങ്ങനെ ദിക്ർ ചൊല്ലി വരികയാണെന്ന് നോക്കാം. എന്താണ് ഞാൻ പറയാം, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ കുറേ സമയം ചൊല്ലേണ്ടതാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നത്, അല്ലേ?
അതിങ്ങനെ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ വരുന്നിടക്കാണ് ഒരുത്തന് മൂത്രമൊഴിക്കാൻ മുട്ടി. ഓൻ ബാത്റൂമിലേക്ക് കയറി അവിടെ നിന്നും ചൊല്ലോ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ചൊല്ലോ ചൊല്ലോ ചൊല്ലൂല. എന്താ കാര്യം? എന്താ കാര്യം? അവിടെ ചൊല്ലാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ എന്തുകൊണ്ട് മയ്യത്തിന്റെ കൂടെ പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നോ ചൊല്ലാതിരിക്കുന്നോ? അത് ചൊല്ലാൻ പഠിപ്പിച്ചിട്ടില്ല. കാരണം ഞാൻ ഉദാഹരണം പറയാം. ബഖീഉൽ ഖർഖദിൽ മറമാടപ്പെട്ട 2 മയ്യത്തുകൾ, അതിൽ ഒരു മയ്യത്തിന്റെ പേര് അസ്അദ് ഇബ്നു സുറാറത്ത് റളിയല്ലാഹു അൻഹു ആണ്. മറ്റൊരു മയ്യത്തിന്റെ പേര് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു. ഈ 2 പേരുമാണ് ബഖീഉൽ ഖർഖദിൽ ആദ്യമായി മറമാടപ്പെടുന്ന ആളുകൾ. അസ്അദ് റളിയല്ലാഹു അൻഹുവിനെ ഒന്നാമത്തെ ആളാണെങ്കിൽ രണ്ടാമത്തെ ആൾ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു ആണ്. ഈ 2 പേരുമായിട്ടും ഈ 2 പേരുടെ മയ്യത്തിനും കൃത്യമായി നേതൃത്വം കൊടുത്തയാൾ ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ മയ്യത്ത് മറമാടിയതും പ്രവാചകനാണ്, അവിടെ അടയാളം വെച്ചതും പ്രവാചകനാണ്. വിശാലമായ സംഭവം, ഞാൻ അങ്ങോട്ട് കിടക്കല്ല. പക്ഷെ ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ആ മയ്യത്ത് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോഴും അള്ളാന്റെ റസൂൽ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു എന്ന് പറഞ്ഞില്ല. സ്വഹാബത്ത് അത് ചെയ്തില്ല. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാത്തവരായിരുന്നോ സ്വഹാബത്ത്? ആയിരുന്നോ? സ്വഹാബത്തിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങുന്ന പ്രഗൽഭരായ ഖാരിഉകൾ. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാത ഖുർആനിന്റെ എഴുത്തുകാരിൽ പ്രധാനിയാണ്. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ എഴുത്തുകാരിൽ പ്രധാനിയാണ്. ഇവരെല്ലാവരും ജീവിച്ചിരിക്കുന്ന കാലാണ്. ആ കാലഘട്ടത്തിൽ മദീനയിൽ മരിച്ച ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ മയ്യത്തിന്റെ അടുത്തിരുന്ന് പരിശുദ്ധ ഖുർആൻ ഓതിയോ ഇവരാരെങ്കിലും? അല്ലെങ്കിൽ റസൂലുള്ള ഓതാൻ കൽപ്പിച്ചോ? ഇങ്ങോട്ട് വാ, ആ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങോരി, എന്നിട്ട് വിളിച്ചിട്ട് നിങ്ങൾ കുറച്ചു നേരം ഖുർആൻ ഓതട്ടാ പറഞ്ഞിനാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പെണ്ണുങ്ങളെ ആയിഷ, ഹഫ്സ, നിങ്ങളെല്ലാവരും പേരീന അവിടെ മരിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഖുർആൻ ഓതിക്കാളി. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളി. അങ്ങനെയില്ല, അങ്ങനെയില്ല. അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ മരിച്ചില്ലേ? മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത്, ആ മരിച്ച വിവരം അല്ലാഹുവിന്റെ റസൂലിന് മദീനയിൽ അറിയിപ്പ് കിട്ടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. റസൂലുള്ളാഹിനെ കണ്ട മാത്രയിൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ ഭാര്യ ചോദിച്ചു, നബിയേ, നിങ്ങളുടെ സഹോദരനെ കുറിച്ച് വല്ല വർത്തമാനവും ഉണ്ടോ നബിയേ? ജഅഫർ റളിയല്ലാഹുവിന്റെ മക്കള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ഓടി വന്നു. അവരെങ്ങനെ ചേർത്ത് പിടിച്ചു അല്ലാഹുവിന്റെ റസൂൽ. കാരണം യതീമുകളായ മക്കളാണത്. കുറച്ചു മുമ്പ് വരെ ആ മക്കൾക്ക് വാപ്പുണ്ടായിരുന്നു, ഇപ്പൊ ആ മക്കൾക്ക് വാപ്പല്ല. ആ മക്കളെ ചേർത്ത് പിടിച്ച അല്ലാഹുവിന്റെ റസൂൽ. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടികൾ എന്റെ മക്കളാണ്, ഈ മക്കൾ എന്റേതാണ്. ജഅഫറിന്റെ അയൽവാസികളോട് പറഞ്ഞു, ജഅഫറിന്റെ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക്, അവർക്കിനി ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയ അവസരമല്ല. അത് കേട്ടപ്പോഴാണ് ജഅഫർ റളിയല്ലാഹുവിന്റെ ഭാര്യക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ഷഹീദാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. ആ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞോ, നിങ്ങൾ ഖുർആൻ ഓതിക്കോളീൻ. അല്ല, ജഅഫർ മരിച്ചു എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്, മറമാടി കഴിഞ്ഞാൽ എന്ത് ഭക്ഷണമാണ് ഒരുക്കേണ്ടത്? ഇന്ന് ചർച്ച അതാണല്ലോ അല്ലേ? 3, 7, 11,
40 ആണ്ട് ആണ്ടോടാണ്ട് വിടൂലെന്നാണ് അല്ലേ? മരിച്ച വീട്ടുകാരെ ഞങ്ങൾ വിടൂലെന്നാണ്. എങ്ങനെയെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയിരിക്കും. മയ്യത്ത് മറമാടിയിട്ട് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ മറമാടാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അവിടെ ചർച്ചയാണ്, ഇന്നെന്ത് ഭക്ഷണം ഉണ്ടാക്കേണ്ടതെന്ന്. അല്ലേ അല്ലേ? ഈ 10 കിതാബിൽ എന്താ പറഞ്ഞത്? ഏറ്റവും കുറഞ്ഞ 10 കിതാബെങ്കിലും വായിക്കണ്ടേ? എന്താ 10 കിതാബിൽ പറഞ്ഞത്? ചില ആളുകൾ അതിൽ കൈക്രിയൊക്കെ നടത്താൻ നോക്കിയിട്ടുണ്ട്. 10 കിതാബിൽ പറഞ്ഞിട്ടുള്ളത് മയ്യത്തിന് വേണ്ടി അഥവാ മയ്യത്തിന്റെ വീട്ടുകാർ, ഇതിൽ കാണാം, മയ്യത്തിന്റെ വീട്ടുകാർക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കൽ മയ്യത്തിന്റെ ദൂരെയുള്ള അടുത്ത കുടുംബങ്ങൾക്ക് സുന്നത്താണ്. ആ രാത്രിയും പകലും അവർക്ക് മതിയാകുന്നത് വരെ തിന്നാൻ പ്രേരിപ്പിക്കണം. അട്ടഹസിച്ച് കരയുന്നവർക്ക് ഒരുക്കി കൊടുക്കൽ ഹറാമാണ്, ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അങ്ങനെ കരച്ചിലിന് വിളിക്കുന്ന ഒരു ടീമുണ്ട്, അങ്ങനെ കരയാൻ വേണ്ടി വിളിക്കപ്പെടുന്നവർ. നിയാഹത്ത് എന്ന് പറയപ്പെടും അറബിയിൽ അതിന്. അപ്പൊ അത്തരം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. എന്നിട്ട് പറയാണ്, മയ്യത്തിന്റെ വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കലും ജനങ്ങൾക്ക് കൊടുക്കലും നല്ലതല്ലാത്ത ബിദ്അത്താണ്. ബിദ്അത്തുൻ ഗൈറു മുസ്തഹബ്ബ അല്ലെങ്കിൽ ബിദ്അത്തുൻ ഗൈറു ഹസന, അത് നല്ലതല്ലാത്ത ബിദ്അത്താണ്. ഇത് ഒറ്റമാളിയേക്കൽ മുത്തുക്കോയ തങ്ങൾ പരിഭാഷപ്പെടുത്തിയ 10 കിതാബാണ്. എന്നാൽ വേറെ ചില ആളുകൾ ഇവിടെ കൈക്രിയ നടത്താൻ ശ്രമിച്ചു. അവിടെ നല്ലതല്ലാത്ത എന്നടുത്ത് എന്ത് ചെയ്തു? നല്ലതായ എന്നെഴുതി. അപ്പോഴും മാലിന്യാണ്. മനസ്സിലായോ? മാലിന്യം. ഇവിടെ കുറെ നല്ല മാലിന്യങ്ങൾ കിടപ്പുണ്ടെന്ന് ആരെങ്കിലും പറയുമോ? പറയുമോ? ഇവിടെ കുറെ നല്ല മാലിന്യം, അതൊക്കെ കുറെ ചീത്ത മാലിന്യം, ഇത് കുറച്ച് നല്ല മാലിന്യമാണ്, അങ്ങനെ പറയോ? മാലിന്യം എന്ന് പറഞ്ഞാൽ തന്നെ സാധനം എന്താ? ബടക്കായത് എന്നാണ്. അപ്പൊ പിന്നെ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാലോ? നല്ല ബിദ്അത്ത് അതായത് നല്ലതായ ബടക്ക്. ബടക്കിൽ അതിന് നല്ലതും ചീത്തയും പറയാനുണ്ട് ചങ്ങായിമാരെ. അപ്പൊ ശരിക്കും ഇവിടെ മാറ്റം വരുത്താൻ ശ്രമിച്ചതാണ്. എന്താ? തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ലോകത്ത് കടന്നുപോയ ഒരാളും ചെയ്യാത്തതാണ് എന്ന് ചില ആളുകൾക്ക് ബോധ്യപ്പെടുമ്പോൾ മനസാക്ഷി കുത്തു വരുമ്പോഴാണ് എന്ത് ചെയ്യുക? തിരുത്താൻ തോന്നുക. ഇവിടെ തിരുത്തണ്ട, സ്വന്തം പ്രവർത്തനത്തിൽ തിരുത്തിയാ മതി. പ്രവർത്തനത്തിൽ തിരുത്തിയാ മതി. അല്ലെങ്കിൽ ആലോചിച്ചോക്ക്, മരിച്ചുപോയ വാപ്പ മരിച്ചതിന്റെ സങ്കടവുമായി ജീവിക്കുന്ന മക്കളുടെ മുന്നിൽ പൊറോട്ട ഇറച്ചിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഏത് മനുഷ്യനാണോ ധൈര്യം വരിക? ഇവർക്കല്ലാതെ, ഈ സമൂഹത്തിനല്ലാതെ ആർക്കാ ധൈര്യം വരിക? അല്ലേ? ആ ഉമ്മയുടെ ഓർമ്മകളും ആ ഉമ്മയെക്കുറിച്ചുള്ള ചിന്തയും തളം കെട്ടി നിൽക്കുമ്പോ പ്രിയപ്പെട്ട മാതാവിന്റെ മയ്യത്ത് മറമാടിയിട്ട് അല്ലെങ്കിൽ മറമാടുന്നതിന് മുമ്പ് ഇന്നിവിടെ വരുന്ന ആളുകൾക്ക് എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, 3 എന്തുണ്ടാക്കണം എന്ന് ചർച്ച ചെയ്യുമ്പോൾ ഈ മനുഷ്യന്റെ കൽബെന്തായിരിക്കും? അത് വേദനിക്കാതിരിക്കാൻ പോലൊരു പണി നേരത്തെ എടുത്തിട്ടുണ്ട്. അതെന്താ? ഇതൊക്കെ കൂലിയിട്ടാനാണ് എന്ന് പറയാ. എന്ത്? നിങ്ങളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിക്കോളി, ഞാൻ തിന്നോളാം, കൂലി അവർക്ക് കിട്ടിക്കോളും. നല്ല ഉടായ്പ തന്നെയാണ്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ സുന്നത്താക്കിയത് നേരെ ഓപ്പോസിറ്റ് ചെയ്യുക, നേരെ ബിദ്അത്ത് ചെയ്യുക, എന്നിട്ട് ആ ബിദ്അത്ത് സുന്നത്താണെന്ന് പറയുക. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു ഖുർആൻ ഓതാൻ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചില്ല. ശാഫിഈ മദ്ഹബിലൊക്കെ ഭയങ്കര ചർച്ചയാണ്. എന്താ ചർച്ച? കിട്ടോ ഇല്ലേ? എന്ത് എന്ത് കിട്ടോ ഇല്ലേ? എന്ത് കിട്ടോന്ന്? എന്ത് കിട്ടോന്ന്? കൂലി കിട്ടോ ഇല്ലേന്ന്. എന്തിന്റെ? ഖുർആൻ ഓതിയാ കൂലി കിട്ടോ ഇല്ലേ? ചർച്ച. പൊന്ന ചങ്ങായിമാരെ,
ഇങ്ങനെ ഒരു ചർച്ചന്റെ ആവശ്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് സുന്നത്താക്കിയതാണെങ്കിൽ. ഇപ്പൊ ഉദാഹരണം പറയാം, ഞാൻ എൻ്റെ വാപ്പ മരിച്ചു, വാപ്പക്ക് വേണ്ടി ഒരു സദക്ക കൊടുത്താൽ കൂലി കിട്ടുമോ ഇല്ലേ? ചർച്ച ഉണ്ടോ? ഉണ്ടോ? ചർച്ചയില്ല. എന്താ കാര്യം? അത് നസ്സാണ്, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അതിന് ചർച്ചയില്ല. മനസ്സിലായോ? എൻ്റെ വാപ്പ മരിച്ചുപോയി, ഞാൻ വാപ്പക്ക് വേണ്ടി ദുആ ഇരുന്നാൽ കൂലി കിട്ടുമോ ഇല്ലേ? ചർച്ചയുണ്ടോ? ചർച്ചയുണ്ടോ? ഇല്ല. എന്താ കാര്യം? നസ്സാണ്. എന്നാ ഖുർആൻ ഓതിയാൽ കൂലി കിട്ടോ ഇല്ലേ? ചർച്ചയാണ്. ആര് ചർച്ചയാണ്? നാടന്മാരല്ല, വലിയ വലിയ പണ്ഡിതന്മാർ. ഹൽ യസ്ലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗത, മരിച്ചുപോയവർക്ക് ഇതിന്റെ കൂലി ഹദിയ ചെയ്താൽ കിട്ടുമോ? അപ്പോ ഫൽ മശ്ഹൂർ മിൻ മദ്ഹബി ശാഫിഈ, ഷാഫി മദ്ഹബിലെ മശ്ഹൂറായ അഭിപ്രായം കിട്ടൂല എന്ന് ചില ആളുകൾ പറഞ്ഞു കിട്ടും. അങ്ങനെ തർക്കങ്ങളേറെ ആ വിഷയത്തിൽ. അതിന്റെ ഒന്നും ആവശ്യമില്ല. അള്ളാന്റെ റസൂല് ചെയ്തു എന്ന് തെളിഞ്ഞാ പിന്നെ ഒരു ചർച്ചയില്ല. ഇത്ര ക്ലിയറാണ്, ഇത്ര ലളിതമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതിനാരുടെയും പിന്നാലെ നോക്കണ്ട. നബി ചെയ്തോ, സ്വഹാബത്ത് ചെയ്തോ, നബി തങ്ങൾ പറഞ്ഞോ, സ്വഹാബത്തിന്റെ ഇജ്മാഇൽ ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ അൽ ജമാഅ മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പരിശോധിച്ചാൽ മതി. ഉണ്ടെങ്കിൽ സ്വീകരിക്കാം, ഉണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല. മയ്യത്ത് കൊണ്ടുപോകുമ്പോഴെന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെയുള്ള ദിക്ർ ഉറക്കെ ചൊല്ലിക്കൊണ്ടുപോകാത്തതെന്താണ്? യഅലം അന്ന സ്വവാബൽ മുഖ്താർ, ഇമാം നബവി തന്റെ അദ്കാറിൽ രേഖപ്പെടുത്തുകയാണ്, നീ അറിയണം, അന്ന സ്വവാബൽ മുഖ്താർ, തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും ശരിയായ അഭിപ്രായം എന്ത് ചെയ്യണമെന്നാണ്? സുകൂത്തു ഫീ ഹാലി സൈരി മഅൽ ജനാസ, ജനാസയോടൊപ്പം നടന്നു പോകുമ്പോൾ മിണ്ടാതെ മൗനം ദീക്ഷിച്ചു കൊണ്ടുപോകണമെന്നാണ്. അങ്ങനെയാണ് സലഫു സ്വാലിഹീങ്ങളൊക്കെ ചെയ്തത്. അള്ളാന്റെ റസൂലിന്റെ സുന്നത്തതാണ്, സ്വഹാബത്തിന്റെ നടപടിക്രമം അതാണ്, താബിഈങ്ങളും ചെയ്തതാണ്, തബഉ താബിഈങ്ങൾ ചെയ്തതും അതാണ്. മിണ്ടാതെ പോവാ, മിണ്ടാതെ പോവാ. മനസ്സിലായോ? മിണ്ടാതെ പോകണം. മിണ്ടാതെ പോകാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരാള് മയ്യത്തിന്റെ കൂടെ പോകുമ്പോ ഇങ്ങനെ പോണമെന്നല്ല. പിന്നെന്താ? അയാൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന് അദ്ദിക്ർ, മറ്റൊന്ന് അൽ ഫിക്ർ. ഒന്ന് ദിക്റാണ്, മറ്റൊന്ന് അൽ ഫിക്റാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ ഉത്ബോധനമാണ്, ബോധനം. രണ്ട് ഫിക്റാണ്, ചിന്ത. ഇത് രണ്ടുമുണ്ടാവണം എന്ന് പറഞ്ഞാൽ ഇമാം നബവി തന്നെ രേഖപ്പെടുത്തുന്നത് കാണാം. മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ അയാൾ എങ്ങനെ ആലോചിക്കണം? അയാളുടെ ചിന്തയിൽ ഉണ്ടാവണം, അല്ലാഹുവേ, ഈ മയ്യത്ത് ഇന്നലെ ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യൻ ഇന്നയാള് മരിച്ചിരിക്കുകയാണ്. അയാളുടെ ആഖിറത്തിന്റെ അവസ്ഥ എന്താണ്? അയാളുടെ ബർസഖിൽ ഖബറിലെ അവസ്ഥ എന്തായിരിക്കും? നാളെ എനിക്കും ഉണ്ടാകുന്നത് തന്നെയാണല്ലോ എന്ന ചിന്തയും എന്ന ബോധനവുമായിട്ട് വേണം ഒരു മനുഷ്യൻ നടന്നു പോകാൻ. ഇതാണ് ഇമാം നബവി രേഖപ്പെടുത്തി വെച്ചത്. അദിക്ർ വൽ ഫിക്ർ. ദിക്ർ എന്ന് കണ്ടപ്പോ മുലാമാര് പറഞ്ഞു അത് ലോ ഇലോ ഇല്ലല്ലോ ഒച്ചയുണ്ടാക്കലാണ്. അല്ല, അല്ല. അതുകൊണ്ടാണ് ആദ്യം സുകൂത്ത് എന്ന് പറഞ്ഞത്. സുകൂത്ത് എന്ന് പറഞ്ഞാൽ റഫഉ സൗത്ത് എന്നല്ല. മാത്രമല്ല ജനാസയുടെ കൂടെ പോകുമ്പോ ദിക്ർ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ശബ്ദമുയർത്തൽ പാടില്ല, കറാഹത്താണെന്ന് വരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സുന്നത്ത് ജമാഅത്ത് എന്താണ് എന്ന് പരിശോധിക്കണമെങ്കിൽ ഈ പറഞ്ഞത് ഇങ്ങനെ നോക്കിയാൽ മതി. അത് നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ? സ്വഹാബത്തിന്റെ പ്രവർത്തനമുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നാ വേണ്ട കേട്ടോ. ഇങ്ങനെ ഓരോന്നും പരിശോധിച്ച് നോക്ക് നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടുന്ന് പഠിപ്പിച്ച ആശയത്തിലുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുമ്പോ ഇല്ല എന്നുത്തരം കിട്ടിയാൽ അത് വേണ്ട എന്ന് തീരുമാനിക്കണം. അത് വേണ്ട. അപ്പോഴേ നമ്മൾ സുന്നത്തി ജമാഅത്തിന് ആളാകുക. ഇല്ലെങ്കിൽ നമ്മൾ സുന്നത്തി ജമാഅത്തല്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ഇന്നലെ വരുമ്പോ രാത്രി ഏകദേശം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ചേറ്റുവ ഭാഗത്തും ചവക്കാട് കടന്നു വരികയാണ്. അവിടെ മൊത്തം ബ്ലോക്കാണ്. എന്താ കാര്യം? അവിടെ ഒരു നേർച്ച നടക്കുകയാണല്ലോ. അപ്പൊ നേർച്ച നടക്കുന്നിടത്ത് എന്താ ഉള്ളത്? ഭയങ്കര വണ്ടികൾ DJ വെച്ച് അടിച്ച് തകർക്കുന്നതിന്റെ സാധനങ്ങള്. ആണും പെണ്ണൊക്കെ ആടി തുമർത്തി ചാടാൻ പറ്റുന്ന സൗകര്യത്തിന് ഒരുക്കി കൊടുക്കാണ്. ആ പാതിരാത്രിയും പെണ്ണ് പള്ളി പോകാൻ പാടില്ല, ഹറാമാണ്. കാരണം എന്താ? ഫിത്ന. ഇന്നലെ രാത്രി 2 മണിക്കുണ്ട് ചാവക്കാട് ബീച്ച് റോഡിലൂടെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഒറ്റയും തെറ്റിയുമായി ഇരുട്ടത്ത് നടന്നു പോണ്. ഫിത്ന ഉണ്ടോ? ഇല്ല. എന്താ കാര്യം? നേർച്ചക്ക് പോയതാണല്ലോ. എന്താണ് നേർച്ച? നേർച്ച എന്ന് പറഞ്ഞാൽ ഈ ആനയും അമ്പാരിയുമായി നടത്തുന്ന ചാടിത്തുള്ളലാണോ നേർച്ച? ആണോ? അത് നേർച്ചയല്ല. നേർച്ച എന്ന് പറഞ്ഞത് ഖുർബത്താണ്. അള്ളാഹുവിനോട് സാമീപ്യം സിദ്ധിക്കാൻ, റബ്ബിലേക്ക് അടുക്കാൻ ഒരടിമ ചെയ്യുന്ന ആ ത്വാഅത്തിനെയാണ്, ഇബാദത്തിനെയാണ് എന്ത് വിളിക്കുക? നേർച്ച എന്ന് വിളിക്കാൻ. അപ്പൊ ആ നേർച്ച ആർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് വേണ്ടി. ആണോ? ആണല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. അള്ളാഹുവിന്റെ നേർച്ച അള്ളാഹുവിനുള്ള നേർച്ചയുടെ 14ാം വാർഷികാഘോഷം. അങ്ങനെ ബോർഡുകൾ നിങ്ങൾ കണ്ടുക്കണ? എന്തെങ്കിലും പറഞ്ഞുകൂടി ചങ്ങായിമാരെ, ഞാൻ ഇപ്പൊ നിർത്തും. ഉണ്ടാ? ഇല്ല. മറ്റു പല നേർച്ചകളും കാണാം അല്ലേ? ഇന്ന ഷെയ്ഖിന്റെ നേർച്ച ഇത്രാം വർഷം. അവിടെ എല്ലാം കണ്ട് ആളുകൾക്ക് ചാടിത്തുള്ളി മറിഞ്ഞ് എല്ലാ വൃത്തികേടുകളും ചെയ്യാൻ അവസരം ഒരുക്കി കൊടുക്കുക. കഴിഞ്ഞ ദിവസം ആന ഇടഞ്ഞീണ് BP അങ്ങാടിയിൽ. ചില ആളുകൾ പറഞ്ഞാൽ ഞങ്ങളല്ല, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാം. അവസാനം പ്രശ്നമായി കഴിയുമ്പോൾ ഞങ്ങളല്ല എന്ന് പറയാം. ഈ ജാതി തോന്നിയാസങ്ങൾ മുഴുവനും ഈ സമൂഹത്തിൽ ഉണ്ടാവാൻ കാരണക്കാരാരാ? ഞാൻ ഒരാളുടെ പേര് പറയാം, ഞങ്ങൾ അന്വേഷിച്ചോളൂ. അഹമ്മദ് കോയ ശാലിയാത്തി. അഹമ്മദ് കോയ അശാലിയാത്തി എന്ന് വിളിക്കപ്പെടുന്ന പണ്ഡിതൻ. മനസ്സിലായോ ആരാന്ന്? അഹമ്മദ് കോയ ശാലിയാത്തി എന്ന് പറഞ്ഞ സമസ്തയുടെ പ്രഗത്ഭനായ പണ്ഡിതൻ. അയാളാണ് എന്ത് ചെയ്ത്? മുട്ടും വിളി അനുവദനയാണ്, ആന അനുവദനയാണ്, കരിമരുന്ന് അനുവദനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ പിഴച്ച ഫത്വ കൊടുത്ത് ഈ സമൂഹത്തിലെ ജനങ്ങളെ ശുദ്ധമായ അനിസ്ലാമിക പ്രവർത്തനം ചെയ്യാൻ പ്രേരിപ്പിച്ച മനുഷ്യൻ. മനസ്സിലായോ? എന്നാൽ നേർച്ച എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ആ നേർച്ച അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്താണ്. ഞാനൊരു കാര്യം റബ്ബിന് വേണ്ടി നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാനത് ചെയ്യൽ നിർബന്ധമാണ്. അത് ചെയ്യൽ നിർബന്ധമായി തീരാ. അത് സുന്നത്തായ സാധനം മാത്രമേ നേർച്ചയാക്കാൻ പറ്റുള്ളൂ. പഠിച്ചോനെ, ഞങ്ങളെ നാട്ടിലെ ഷെയ്ഖിന്റെ അല്ലെങ്കിൽ പൊന്നുരുന്തി ഉസ്താദിന്റെ ആണ്ട് നേർച്ചക്ക് ഞാൻ 2 ബാൻഡ് മേളം നേർച്ചയാക്കുന്നു. പറ്റുമോ? പറയും, പറ്റോ? ഈ പ്രാവശ്യം ഞാൻ പുതിയങ്ങാടി നേർച്ചക്ക് വേണ്ടി ഒരു ഗജവീരനെ നേർച്ചയാക്കുകയാണ്. പറ്റുമോ? കാര്യം എന്താ? ഇതൊന്നും അള്ളാന്റെ റസൂല് ഇബാദത്തായി പഠിപ്പിച്ചതല്ല. ഇബാദത്തായി പഠിപ്പിച്ചതാണ് എന്ത് ചെയ്യാ? നേർച്ചയാക്കാം. സുന്നത്ത് നോമ്പ് നേർച്ചയാക്കാം. അതിനാളെ കിട്ടൂല. കാരണം നോമ്പ് നോക്കണം, പറ്റൂല.
മറ്റേത് ബാൻഡ് മേളത്തിന്റെ കൂടെ ചാടിയാൽ മതി, അത് എളുപ്പമാണ്. മനസ്സിലായ? അപ്പൊ ഇങ്ങനെ കാറ്റലോഗ് എഴുതി കൊടുക്ക. കേരളത്തിൻ്റെ റുകയിൽ നിങ്ങൾ പോയി വരുമ്പോൾ പോയ വഴി മറന്നിടാതെ വീണ്ടും വരുമോ, പാട്ട് എഴുതി കൊടുക്ക. അണ്ട് ഓരോ ജാറത്തിൻ്റെയും പേര് എഴുതാ. അണ്ട് ആ ജാറത്തിന്റെ ഉത്സവം പറഞ്ഞു കൊടുക്ക. ആ സമയം ചെല്ല അടിക്കാ പൊളിക്കാ പോവുക. ഇതാണെന്ത്? നേർച്ച. ഇത് നേർച്ചല്ല, ഇത് പൂരമാണ്, ഉത്സവമാണ്. അത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതല്ല. വടക്കേന്ത്യയിൽ ഉറൂസ് എന്ന് പറയാ, കന്തിരി എന്ന് പറയാ, ചിലയിടത്തൊക്കെ പിന്നെ നേർച്ച എന്ന് പറയാ, ചന്ദനക്കുടം എന്ന് പറയാ, ചന്ദനക്കുട മഹോത്സവം എന്ന് പറയാ. ചന്ദനം ഉണ്ടാവില്ല, കുടം ഉണ്ടാവില്ല, ആകെയുള്ള ചാട്ടം ഉണ്ടാവുള്ളൂ. ഇപ്പോ ലേറ്റസ്റ്റ് ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഓരോ രസം എന്താന്ന് വെച്ചാൽ ഇന്നിപ്പോ നമ്മൾ കണ്ടില്ലേ, ആ മുട്ടും പിടിച്ചു പോയ മൂപ്പരങ്ങൾ ഇവിടെ വിളിച്ചു നോക്ക്, ഇവിടെയും വരും. ഇന്നലെ അവിടെ, ഇന്നിവിടെ, നാളെ വേറെ സ്ഥലത്ത്. കാരണം ഓർക്ക് ഇതൊന്നും വിഷയമല്ല. എല്ലായിടത്തും ഒരേ കൊട്ടലായിരിക്കും ഉണ്ടാകുക. ഇവിടെ വരുമ്പോൾ അറബി കൊട്ട് എന്ന് പറഞ്ഞ കൊട്ടിയില്ലല്ലോ, ഒക്കെ കൊട്ട ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ നോക്കിയാൽ ഇത് ഓരോ സ്ഥലത്തും എല്ലായിടത്തും ഒന്ന് തന്നെ. ഇത് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ആശയമല്ല, ആ നേർച്ചയുമല്ലത്. നേർച്ച എന്താ? പഠിച്ചോനെ, നാളെ തിങ്കളാഴ്ച ദിവസമാണ്, ആ തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്ത് നോമ്പ് അല്ലാഹുവേ ഞാൻ നിനക്ക് വേണ്ടി നേർച്ചയാക്കുകയാണ് എന്നൊരാൾ തീരുമാനിച്ചാൽ, എന്ന് വെച്ചാൽ ചെയ്യൽ ഫർളായി. അപ്പോ നിയ്യത്തപ്പ ചെയ്യണം. അപ്പൊ നിയ്യത്തപ്പ ചെയ്യണം. രാത്രിയിൽ തന്നെ നിയ്യത്ത് ഫർളിന്റെ ഹുക്കുമായി. സുന്നത്താണെങ്കിൽ രാവിലെ ചെയ്താലും മതി, നിയ്യത്ത് ഉച്ചക്കുമ്പ് പറഞ്ഞാലും മതി. ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ, വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ, നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഉച്ചക്കുമ്പ് തീരുമാനിച്ചാലും മതി. പക്ഷെ നേർച്ചയാക്കിയാൽ തബീയത്തുൻ നിയ്യ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് രാത്രി തന്നെ കഴിയണം. മനസ്സിലായ? തിങ്കളാഴ്ച നോമ്പെടുത്തു ഞാൻ. എന്റെ കൂട്ടുകാരൻ കുറച്ച് ദൂരെ നിന്ന് വന്ന് വീട്ടിലേക്ക്, അയാൾക്ക് സൽക്കാരം കൊടുക്കണം. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സുന്നത്ത് നോമ്പ് മുറിക്കാം, ഇല്ലേ? അതേ സമയത്ത് നേർച്ചയാക്കിയാലോ? പറ്റൂല. ക്ലിയർ ആയോ? ഇതാണ് നേർച്ച. അല്ലാതെ ജാറത്തിൽ ചാടിത്തുള്ളാനും, ജാറത്തിലെ പട്ടയിട്ട് മൂടാനും, അവിടെ പൂവിടാനും, അത്തരം വിഷയങ്ങളെ അതിനെ അല്ല നേർച്ച എന്ന് വിളിക്കുന്നത്. പക്ഷെ സമൂഹത്തിലെ ആളുകൾ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പണിയാണ് ശരി, സുന്നത്ത് ജമാഅത്ത്, മറ്റേത് തെറ്റാണ്. ഇവർ പറയുന്നു അത് ബിദ്അത്താണ്, നല്ല നമ്മളെ ഉപ്പാപ്പമാരായിട്ട് വരികയാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉള്ള സംഗതിയാണ് ഈ സ്വലാത്ത് വാർഷികം. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇവിടെ ഉണ്ടാവും, ഈ പ്രദേശത്തൊക്കെ ഉണ്ടാവൂലേ സ്വലാത്ത് വാർഷികം. യഥാർത്ഥത്തിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് കൂലിട്ടണ കാര്യമാണോ? അല്ലേ? ആണ്, കൂലിട്ടണ കാര്യമാണ്, സംശയമൊന്നുമില്ല. സ്വലാത്ത് ചൊല്ലുന്ന കൂലിട്ടണ കാര്യമാണ്. ആ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതലേ ഇല്ലേ? ഉണ്ട്. ഇസ്ലാം കേരളത്തിൽ വന്നിട്ട് മാലിക് ദീനാറിന്റെ കാലഘട്ടം മുതലേ കേരളത്തിൽ ഇസ്ലാം ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ പള്ളി കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ് ആണെന്ന് അറിയാം. അവിടെ ഒക്കെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടാവൂലേ? ഉണ്ടാവും. എന്നാൽ കേരളത്തിൽ സ്വലാത്ത് മജ്ലിസ് എന്ന ആശയം കേരളത്തിൽ ആദ്യമായി വന്നത് എവിടെയാണ്? എവിടെ ആവണം? ചേരമാൻ ജുമാ മസ്ജിദിൽ ഉണ്ടാവണമല്ലോ, അല്ലേ? അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, ഇനി എവിടെ തുടങ്ങിയിട്ടുണ്ടോയെന്ന് അറിയില്ല. പക്ഷെ കേരളത്തിൽ ആദ്യമായി
സ്വലാത്ത് മജ്ലിസ് തുടങ്ങിയത് എവിടാണ്? അത് കൃത്യമായി സ്വലാത്തിന്റെ പുണ്യം എന്ന പുസ്തകം PPA കുട്ടിദാരിമി അദ്ദേഹം എഴുതി വെക്കാണ്. സ്വലാത്ത് മജ്ലിസ് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായി സ്വലാത്ത് മജ്ലിസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് വിശദീകരിക്കുന്ന ഒരു പുസ്തകം, ആ പുസ്തകത്തിന്റെ 13-ാം അധ്യായം അതിൽ പറയുന്നു സ്വലാത്ത് മജ്ലിസുകൾ. ആ സദസ് എന്നാണ് തുടങ്ങിയത്? കേരളത്തിലെ അപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലും ഭാരതത്തിന്റെ മറ്റിതര ഭാഗങ്ങളിലും ആഴ്ചയിലോ മാസത്തിലോ സംഘടിപ്പിക്കപ്പെടുന്ന സ്വലാത്ത് സദസ്സുകൾ ആവേശകരമാണ്. ഭയങ്കര ആവേശാണ്. കാരണം ഇതിങ്ങനെ കിട്ടുന്നുണ്ട്, അപ്പോ ചൊല്ലിപ്പിക്കാൻ ഭയങ്കര ആവേശാണ്. എന്നാ കേട്ടോളീൻ, കേരളത്തിലെ ആദ്യത്തെ സ്വലാത്ത് മജ്ലിസ് മമ്പുറം മഖാമിലേതായിരിക്കാനാണ് സാധ്യത. നോക്കുങ്ങള്, മമ്പുറം മഖാം എന്ന് പറഞ്ഞാൽ സയ്യിദ് അലവി അൽ മൻഫുറമി, മമ്പുറം സയ്യിദ് അലവി തങ്ങൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ പള്ളിയിൽ സ്വലാത്ത് മജ്ലിസ് ഇല്ല. പിന്നെ സ്വലാത്ത് മജ്ലിസ് ഉണ്ടാകുന്നത് എപ്പോഴാ? അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ ജാറം കെട്ടിപ്പൊക്കി കുറെ ആളുകൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങൾ കൊണ്ടുവന്നപ്പോഴാണ് സ്വലാത്ത് മജ്ലിസ് എന്ന് പറയപ്പെടുന്ന ഒരു സംഗതി തന്നെ കേരളത്തിൽ തുടക്കം കുറിക്കുന്നത്. ഇതുപോലെ ഈ പുസ്തകമാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, മൻ സ്വല്ല അലയ്യ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി ബിഅശ്റ. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അയാൾക്ക് വേണ്ടി 10 നന്മകൾ ചെയ്യുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചപ്പോ എന്തുകൊണ്ടാ നബി തങ്ങൾ സ്വലാത്ത് മജ്ലിസ് സംഘടിപ്പിച്ചില്ല? മദീനയിൽ അതുണ്ടാവേണ്ടതല്ലേ? മദീനയിൽ അതുണ്ടായിട്ടില്ല. എന്നാൽ പിൽക്കാലത്ത് മദീനയിൽ സ്വലാത്ത് മജ്ലിസ് സ്ഥാപിച്ചിട്ടുണ്ട്. നബിയും സ്വഹാബത്തും എല്ലാം കഴിഞ്ഞ്, ഇമാമിങ്ങളും എല്ലാം കഴിഞ്ഞ്, കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ നൂറുദ്ദീനു ശൗനി എന്ന് വിളിക്കപ്പെടുന്നയാളാണ്. അയാൾ മജ്ലിസിന്റെ പിതാവെന്നറിയപ്പെടുന്നു. അയാളാണ് മക്കയിലും മദീനയിലും പല സ്ഥലത്തും സ്വലാത്ത് മജ്ലിസ് തുടങ്ങിയാൾ. കണ്ടോ നിങ്ങള്? അപ്പൊ അതാ നമ്മൾ പറഞ്ഞു, ഇത് അഹ്ലു സുന്നത്തല്ല, ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തല്ല, ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ് എന്ന് പറയാൻ അവകാശമില്ല. എന്ന് നിങ്ങൾ നോക്കി, ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. അതെന്താ? നമ്മളെ നാട്ടിലൊക്കെ അടുത്ത കാലത്ത് തുടങ്ങിയ സാധനമാണ് ഈ മജ്ലിസുന്നൂർ അല്ലേ? മജ്ലിസുന്നൂർ എന്ന് വെച്ചാൽ ബദരീങ്ങളെ വിളിച്ച് സഹായം തേടാൻ, ബദരീങ്ങളെ ബർക്കത്ത് തേടാനും ബദരീങ്ങൾ നേരിട്ട് തങ്ങളെ സഹായിക്കാൻ വരുമെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ വിശ്വസിപ്പിക്കുന്ന ഒരു മജ്ലിസാണ് ശരിക്കും മജ്ലിസുന്നൂർ. ബദരീങ്ങളാണ് അവിടുത്തെ ആള്. അപ്പൊ ബദരീങ്ങളെ വിളിച്ച് സഹായം തേടാ, അല്ലെങ്കിൽ ബദരീങ്ങളെ ഇടനിർത്തിയിട്ട് അള്ളാഹു ബദരീങ്ങൾ അള്ളാഹിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് മേടിച്ചു തരിക, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അള്ളാഹു ബദരീങ്ങളെ കൊണ്ട് നമ്മളെ സഹായിക്കാം. ഇങ്ങനൊക്കെ പല കോലത്തിലും ചർച്ചയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പരിശുദ്ധ റമളാൻ വന്നാൽ റമളാൻ 17 ബദരീങ്ങളാണ്ടാണ്. ബദരീങ്ങളാണ്ടാണ്. ആരുടെ, ഏത് ബദരീങ്ങളാണ്ട്? ബദറിൽ പോരാടി എത്ര ആളാണ്? 319 ആളുകൾ. ഷഹീദായ ആളുകളുടെ നമ്പർ എത്ര? 14 ആള്. റമദാൻ 17 നടത്തപ്പെടുന്ന ആണ്ട് 14 ആളുകളോ 313 എണ്ണത്തിന്റെയോ? റമദാൻ 17 ബദർ യുദ്ധം നടന്നിട്ടല്ലേ വിഷയം. ആ ബദർ യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ട 14 ആളുകളാണല്ലോ ആണ്ടുണ്ടാകുക. എന്താണ് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്? മനസ്സിലായ? ഈ 14 ആളുകളല്ലേ അവിടെ മരിച്ചത്, ഷഹീദായത് അല്ലേ? ആ 14 ആളുകളുടെ ആണ്ടല്ലേ റമദാൻ 17 ഉണ്ടാകുക അല്ലേ? പിന്നെ എന്തിനാ 313 ആളുടെ പേര് പറയണ്? ഓല് മരിച്ച അവിടുന്നല്ലോ.
അവര് ഷഹീദായതല്ല, അവർ ശരിക്ക് അപകടത്തിലും ചതിയിലും പെടുത്തി 150ഓളം ബദരീങ്ങളെ ശത്രുക്കളും ചതിയന്മാരായ കാപാലികരായ പലരും ചതിച്ചു കൊന്നിട്ടുമുണ്ട്. 150 ആളെ. ഇത് ഞാൻ വെറുതെ ഒരു അവകാശവാദം അടിക്കുന്നല്ല. വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇടച്ചിറയിൽ ഞാൻ ആ വിഷയം മാത്രം പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കാം. 150 ബദരീങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് സമൂഹത്തിൽ അവരെ ചതിയിൽ കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർ തന്നെ അപകടത്തിൽ പോയി വീണിട്ട് അങ്ങനെ മരിച്ചുപോയതോ ആണ്. ഞാൻ ഒരു സംഭവം പറയാം. ഇവിടെ നമ്മുടെ നാട്ടിലെ ചില ആളുകളൊക്കെ ഈ പാവങ്ങൾ ബദരീങ്ങൾ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചു. ബദരീങ്ങൾ വലിയ സംഭവം തന്നെയാണ്. എങ്ങനെ? അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നത സ്ഥാനീയരാണവർ, റസൂലുള്ളാഹിന്റെ സ്വഹാബികളിൽ അഗ്രേസരാണവർ. ഈ ഉമ്മത്തിനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ട് ബദർ പോരാട്ട ഭൂമിയിലേക്ക് തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണവർ, സംശയമില്ല. പക്ഷെ അവർക്ക് അമാനുഷികമായ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ബദറിൽ നിന്ന് കിട്ടിയോ? ഇല്ല. ഉദാഹരണം പറയാം. ബദർ പോരാളികളുടെ കൂട്ടത്തിൽപ്പെട്ടയാൾ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു. നമ്മളെ നാട്ടിലെ ആളുകളൊക്കെ ഇപ്പോ ഈ കാറിന് 313 എന്ന നമ്പർ വാങ്ങലുണ്ടല്ലോ, അല്ലേ? എന്തിനാ വാങ്ങണത്? ബദരീങ്ങളെ കാവല് കിട്ടുമെന്നാണ്. കാരണം ഓല നമ്പറാണല്ലോ 313. അത് തന്നെ തെറ്റാണ്. 319 ഇമാം ബുഖാരി അടക്കമുള്ളവരൊക്കെ എന്തിട്ടുണ്ട് രേഖപ്പെടുത്തിയത് 319 ആളുണ്ട് എന്നാണ്. എന്തായാലും ആയിക്കോട്ടെ, 313 എന്ന നമ്പർ വാങ്ങും. അതിൻ്റെ അർത്ഥം എന്താ? കാറിന് അല്ലെങ്കിൽ വാഹനത്തിന് പ്രശ്നം ഉണ്ടാവരുത്, അതിൽ സഞ്ചരിക്കുന്ന നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്, ഒരു അപകടം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാം. എന്നാൽ ആ എഴുതപ്പെട്ട നമ്പറുകളിൽ 312 ആളെ മാറ്റിവെച്ചോ. 313ാമത്തെ ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് ത്വൽഹ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം എങ്ങനെയാണ് ലോകത്തോട് വിട പറഞ്ഞതെന്ന് പരിശോധിക്കുമ്പോഴാണ് ബദർ പോരാളികളെ വിളിച്ചു തേടുന്ന മജ്‌ലിസുന്നൂർ പോലെയുള്ള പരിപാടികൾ അത് സുന്നത്ത് ജമാഅത്തല്ല, അത് ബിദ്അത്ത് ജമാഅത്തിന്റെ പണിയാണ് എന്ന് നമുക്ക് ബോധ്യമാവുക. ത്വൽഹ റളിയല്ലാഹു അൻഹു തന്റെ കുതിരപ്പുറത്തിരിക്കുകയാണ്. സിഫീൻ യുദ്ധം നടക്കുന്ന സന്ദർഭമാണ്. ആ യുദ്ധത്തിൽ നിന്നിങ്ങനെ മാറി ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് അക്കൂട്ടത്തിൽ അവിടുന്ന് ഒരു അമ്പ് നേരെ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നു. ആ അമ്പ് അദ്ദേഹത്തിന്റെ തുടയിൽ പ്രവേശിക്കുകയാണ്. കുതിരയിൽ ഇരിക്കുന്ന ത്വൽഹ റളിയല്ലാഹുവിന്റെ തുടയിലേക്ക് അമ്പ് ഇങ്ങനെ കയറി. ആ തുടങ്ങനെ മുറിച്ച്, അഥവാ തുടയുടെ മാംസത്തിന്റെ ഉള്ളിലൂടെ അത് നേരെ കുതിരയുടെ ശരീരത്തിലേക്ക് കയറി. തന്റെ വാരിയല്ലിലേക്ക് തുളച്ചു കയറിയ അമ്പിന്റെ വേദനയിൽ കുതിര ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ വിഷയം ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് പിടുത്തം കിട്ടിയില്ല. അതേ നേരെ കുതിരപ്പുറത്തുനിന്ന് നിലത്തോട്ട് വീണു. പക്ഷെ നിലത്ത് അദ്ദേഹം എത്തിയോ? ഇല്ല. കാരണം കാല് കുതിരയുടെ ശരീരവുമായി അമ്പിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം നിലത്ത് വീഴുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ തല നിലത്തടിക്കുകയാണ്. കുതിര സ്പീഡിൽ ഓടുകയാണ്. ത്വൽഹ റളിയല്ലാഹു വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ ഒന്ന് ഓടി വരൂ, ഒന്ന് പിടിക്കൂ, ഈ കുതിര ഒന്ന് പിടിച്ചു നിർത്തൂ, എന്നെ ഒന്ന് രക്ഷിക്കൂ. ത്വൽഹ റളിയല്ലാഹു വിളിച്ചു. ആളുകൾ പിന്നാലെ ഓടി. കുതിര ജീവനും കൊണ്ട് ഓടാണ്. കുതിരയെ പിടിച്ചു നിർത്താൻ കഴിയണില്ല. ഓരോ ഓട്ടത്തിലും ആ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്ത് നിലത്തിങ്ങനെ ഓരോ പ്രാവശ്യം വന്നടിക്കും. അടിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ നിലവിളി, അദ്ദേഹത്തിന്റെ വിളിക്കൽ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു. അവസാനം ഒരടിമ ഓടി വന്ന് ആ കുതിരയെ പിടിച്ചു നിർത്തി. എന്നിട്ട് ഓടി വന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ നോക്കുമ്പോ ആ മുഖം മുഴുവനും മണ്ണ് കൊണ്ട് നിറഞ്ഞു. അദ്ദേഹത്തിന്റെ ശരീരം വേർപെടുത്തിയെടുക്കുമ്പോ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആരാണിത്? ആരാണിത്? ബദർ പോരാളിയാണ്. ബദർ പോരാളിയാണ്. ഒരപകടം വരുമ്പോഴേക്ക് ബദരീങ്ങളെ കേട്ടില്ലേ,
ഇത് കാണാടക്ക് എല്ലാ ബലാലും ആപത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബന. ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന എന്നിങ്ങനെ പാടുന്നുണ്ടല്ലോ. യഥാർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബദർ പോരാളികൾക്ക് എന്ത് കഴിവാണ് അവർക്കുണ്ടായിരുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരെ രക്ഷപ്പെടുത്തുമായിരുന്നില്ലേ? ഇങ്ങനെ 150 ആളുടെ ചരിത്രം എനിക്ക് പറയാണ്ട്. അതൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ ബോധ്യപ്പെടും ഇവർ ഈ പറയുന്ന സുന്നത്തു ജമാഅത്തല്ല. അല്ലെങ്കിൽ തന്നെ വല്ല പ്രതിഫലം കിട്ടുന്ന കാര്യമാണോ ഇങ്ങനെ നിൽക്കും, പ്രതിഫലം കിട്ടാത്ത കാര്യമാണോ ഇങ്ങനെ നിൽക്കും. നിങ്ങളുണ്ട് ഇപ്പൊ റജബ് 25 നോമ്പ് വല്ല വില അതിനുണ്ടോ, വല്ല കൂലി ഉണ്ടോ? ഇമാം ഇബ്നു അസ്ഖലാനിയൊക്കെ പറഞ്ഞത് ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ ഖിസ്മാൻ 2 രൂപമാണ്. ഇമ്മാ ദഈഫ ഔ മൗദൂഅ, ഒന്നെങ്കിൽ ദഈഫാണ് അല്ലെങ്കിൽ മൗദൂഅാണ് എന്നാണ്. അദ്ദേഹം ഒരു കിതാബ് തന്നെ വിഷയത്തിൽ എഴുതി, തബീനുൽ അജബ് ഫീമാ വറദ ഫീ ശഹ്രി റജബ്. റജബ് മാസത്തിനെ കുറിച്ച് വന്നിട്ടുള്ള ചില സംഗതികളിലെ അത്ഭുതം ബോധ്യപ്പെടുത്തുന്നതാണ്. തബീനുൽ അജബ്, ആശ്ചര്യം വ്യക്തമാക്കാൻ. എന്തൊരു അത്ഭുതമാണ് ഈ കാണുന്നത്. നമുക്ക് കിതാബിന്റെ പേര് തന്നെ മനസ്സിലായോ? ആ നോമ്പ് ഇവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിന് തൊട്ടുമുമ്പ് ഒരു തിങ്കളാഴ്ച ഉണ്ടായിരുന്നു, ഒരു കുട്ടിയും കണ്ടില്ല. അത് കഴിഞ്ഞുള്ള വ്യാഴാഴ്ച ഉണ്ടായിരുന്നു, ആരെയും കണ്ടില്ല. അതിന് മുമ്പ് ഒരു 13, 14, 15 പോയി കഴിഞ്ഞു പോയിരുന്നു റജബില്, അതിനാരെയും കണ്ടില്ല. 27 എന്താ പുകില്? അതാ ഞാൻ പറഞ്ഞു, സുന്നത്താണോ അതല്ലാത്താണോ ഇങ്ങനെ വെക്കും. വേറൊന്നും വരുന്നുണ്ട്. ഇപ്പൊ ഷഅബാനായി, ഷഅബാൻ 15 വരാത്ത നോമ്പ് കേട്ടില്ലേ? അതിന്റെ പേര് തന്നെ അതാണ്. അറബിയിൽ ബറാത്ത് എന്നാണ് പറയുന്നെങ്കിലും ഒഴിവായത് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ കൂലി കിട്ടാത്ത സാധനം, അതിന് തന്നെ പേര്. ഏതുപോലെ ഈ നാരിയത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞ പോലെ, മലയാളത്തിലാണെങ്കിൽ നാറിയത്ത് എന്നാണ്, അറബിയിലാണെങ്കിൽ തീ കൊള്ള ചേർക്കപ്പെട്ടത് എന്നാണ്. രണ്ടായാലും സംഗതി ഗുണമില്ലാതെ ബോധ്യമാണ്. അപ്പൊ ഇസ്മും മുസമ്മയും കൃത്യാകുന്ന സംഗതിയാണത്. ഇസ്മും മുസമ്മയും ഒക്കുന്ന സാധനമാണെന്ത്? സ്വലാത്തു നാരിയത്തും സൗമുൽ ബറാത്തും. മനസ്സിലായ? അതുകൊണ്ടാണ് ചില ആളുകൾ പറഞ്ഞ വരാത്ത നോമ്പ് എന്ന്. വരാത്ത നോമ്പ് എന്ന് പറഞ്ഞാൽ കൂലി വരാത്ത നോമ്പ് എന്നാണ്. കൂലി കിട്ടൂല. അപ്പൊ ശരിക്ക് ചില പണ്ഡിതന്മാരൊക്കെ അവരെ കിതാബിൽ എഴുതിയിട്ടുണ്ട്. ഉണ്ടായിക്കോട്ടെ, ഓനെ കണ്ടിട്ട് ബേജാറാവണ്ട. ഇബ്നു ഹൈതമിയെ പോലെയുള്ള പണ്ഡിതന്മാർ, നബവിയെ പോലെയുള്ള പണ്ഡിതന്മാർ അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗസാലി ഇമാമിന്റെ കിതാബിൽ കണ്ടിട്ട് ബേജാറാവാൻ നിൽക്കണ്ട. മൂപ്പരങ്ങനെ പലതും എഴുതും. മൂപ്പര് കയ്യിൽ കിട്ടിയതൊക്കെ വാരി വലിച്ചെഴുതിയിട്ടുണ്ട്. അതിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും. അതിൽ കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരാവണ്ട. ലോകത്ത് കടന്നുപോയ പണ്ഡിതന്മാര് മുഴുവനും പിൽക്കാലത്ത് വന്നവർ രേഖപ്പെടുത്തി സ്വലാത്തുർ റഗായിബ്, ശഅബാൻ 15 രാത്രി നടത്തുന്ന നിസ്കാരം, ശഅബാൻ 15 പകൽ നടത്തുന്ന നോമ്പ്, അതിൽ ഒരിക്കലും സ്വഹീഹായ പരമ്പരയില്ല, സ്വഹീഹായ തെളിവില്ല. എന്ന് മാത്രമല്ല, ആ നിസ്കാരം തന്നെ ബിദ്അത്താണ്, മദ്മൂമത്താണ്, മുൻകറത്താണ്. അത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, അകത്തുക നോക്കിയാൽ എന്താണ് സുന്നത്തു ജമാഅത്ത് എന്ന് പരിശോധിക്കണമെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങൾ, മതപരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആ ചെയ്യുന്ന കാര്യത്തിന് പ്രവാചകന്റെ കൽപ്പനയുണ്ടോ ഇല്ലേ, നബിതങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ചാൽ മതി. അങ്ങനെ ഉണ്ടോ എന്നാൽ സുന്നത്ത് ജമാഅത്താണ്, ഇല്ലേ എന്നാൽ സുന്നത്ത് ജമാഅത്തിന് പുറത്താണ്. അങ്ങനെ നോക്കുമ്പോ തലക്കെട്ട് കെട്ടിയ ഉസ്താദ് പറയുന്നത് റസൂലുള്ളാഹിന്റെ സുന്നത്തിലില്ലാത്തതാണെങ്കിൽ തള്ളപ്പെടും. തലമറക്കാതെ പ്രസംഗിക്കുന്ന മൗലവി, അയാൾ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ സുന്നത്തിലുള്ളതാണെങ്കിൽ സ്വീകരിക്കപ്പെടും. തലപ്പാവ് മറച്ചോ മറച്ചില്ലേ എന്നതല്ല മാനദണ്ഡം, വെള്ളക്കുപ്പായം ഇട്ടോ ഇല്ലേ എന്നതല്ല മാനദണ്ഡം.
വിഷയമാണ്. അവിടെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് വിഷയം. അതുണ്ടോ സ്വീകരിക്കാം, ഇല്ലേ തള്ളിക്കളയാം. ഇത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിനെ പരിപക്വമായി മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് ഭാഗം, അതാണ് റസൂലുള്ള പറഞ്ഞത്, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ. അതെ, ഞാൻ രണ്ട് കാര്യം നിങ്ങൾ ഉപേക്ഷിച്ചു പോവുകയാണ്. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ പിഴക്കില്ല. ഒന്ന് അള്ളാന്റെ കിതാബാണ്, മറ്റൊന്ന് റസൂലുള്ളാന്റെ സുന്നത്താണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചത്. തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാ, നല്ല തെളിഞ്ഞ ശുദ്ധമായ വെളിച്ചത്തിലാണ് നിങ്ങളെ നാം ഉപേക്ഷിക്കുന്നത്. അതാര് സ്വീകരിക്കുന്നുവോ അവൻ രക്ഷപ്പെടും. ആരതിനോട് വിമുഖത കാണിക്കുന്നുവോ അവൻ നാശത്തിൽ ആപതിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പരിശോധിക്കണം, ഞാൻ ചെയ്ത ഈ കർമ്മം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണോ അല്ലേ, അവിടുത്തെ സ്വഹാബത്തിന് പരിചയമുള്ളതാണോ അല്ലേ. ഉറപ്പായിട്ടും പ്രമാണബദ്ധമായി ബോധ്യമായാൽ ചെയ്യാം, ഇല്ലെങ്കിൽ ആര് പറഞ്ഞാലും തള്ളപ്പെടേണ്ടതാണ്. കാഇനൻ മാ കാന ഔ കാഇനൻ മൻ കാന, ആര് ചെയ്താലും എവിടെ നിന്നുണ്ടായാലും അത് തള്ളപ്പെടണമെന്ന് പണ്ഡിതന്മാർ, ഇബ്നു കസീറിനെ പോലെ ഖുർത്തുബിയെ പോലെ ധാരാളം പണ്ഡിതന്മാർ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആശയത്തെ അങ്ങനെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തും അപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.